യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം, അതിൻ്റെ ഒരു ആധികാരികമായി ഒരു വായിച്ചു പോകാൻ വേണ്ടി 20 തൊട്ടങ്ങ് വായിച്ചാണ്. 12:20 തൊട്ട് വായിക്കും. വേറെ ആൾ വെച്ചാൽ വൈകിപ്പോയി. തേരപ്പാല കറങ്ങിയിടുന്നിട്ട് കാര്യമില്ല, കാണേണ്ട സമയത്ത് കണ്ടോണം. യവനന്മാര് വാർത്തയൊക്കെ കേട്ട് വന്ന സമയത്ത് കർത്താവിന്റെ മറുപടി കേട്ടിട്ട് അന്തരിച്ചു പോയി. ഇപ്പൊ സമയമില്ല, തേജസ്കരിക്കപ്പെടാൻ സമയമായിരുന്നു. എന്റെ ആരവല്ലോ മനസ്സിലായിരുന്നു. ചിലരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വരും, നമ്മളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും, ഈ കാലം ഇങ്ങനെ അങ്ങ് നീങ്ങിപ്പോകും, ഏതോ ഒരു നാളിൽ ഉയർത്തെഴുന്നേൽക്കും, നമ്മളും വിശ്രമിക്കാൻ പോകുന്നു. ഹലോ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ യവനന്മാർ വന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിട്ട് ഫിലിപ്പോസിനോട് ചെന്ന് പറഞ്ഞു, യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. ഇവർ രണ്ടും ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടും കൂടെ പോയി പറയാം, കാലത്ത് പറയാൻ പോവാം. ഈ ഒരു ഭാഗത്തിലുള്ള കേട്ടോ, യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇവർ ഒന്ന് യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യേശുവിന് അറിഞ്ഞൂടെ ഈ യവനന്മാരെ, ഈ കൊതിയോടെ വന്നവര്, സക്കായി നോക്കാൻ ആഗ്രഹിച്ച കൂടെ പോയ മനുഷ്യനാണ്, കൂടെ പോയ കർത്താവാണ്. വീട്ടിൽ പാർത്ത് അവിടെ ഒരു വിരുന്നൊക്കെ ഒരുക്കി, അവിടെ ഭയങ്കര സന്തോഷം കൂടിയ ദൈവം. ഇവിടെ ഇവര് വന്ന സമയത്ത് കർത്താവിന് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, കാലം കഴിയുന്നു, കാലങ്ങൾ നീങ്ങിപ്പോകുന്നു, മാനസാന്തരപ്പെടേണ്ടുന്നവർ തക്ക സമയത്ത് മാനസാന്തരപ്പെട്ടു. എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞ് മനുഷ്യരിൽ കുടുങ്ങിപ്പോകരുത്. ഇത് പറയുമ്പോൾ ഞാൻ സ്കെയിൽ കൊണ്ടും വാളുകൊണ്ടും കുത്തുന്നത് വചന എനിക്ക് പറയുന്നത്. അങ്ങനെ ഒരു കഠിനമായ ഒരു പരാതി ഉയർന്നു പോകുന്നുണ്ട്. കുത്തുന്നു വചനത്തിനകത്തുള്ള കാര്യം പറയണം. മാനസാന്തരപ്പെടുവാൻ നിനക്ക് മറ്റൊരു മനുഷ്യൻ തടസ്സമല്ല. ഇടർച്ച വരുത്തുന്നവനാണ് അയ്യോ കഷ്ടം. ഇടർച്ച ഉണ്ടെന്ന് പറഞ്ഞ് അവൻ എനിക്ക് ഇടർച്ചയാണെന്ന് കരുതി എന്റെ നിത്യത ഞാൻ കളയണോ? ഞാൻ പോകുന്ന വഴിയിൽ കാലെടുത്ത് ചെന്ന് തള്ളിയിടാൻ നോക്കി, ഞാൻ ഇച്ചിരി മാറി പോയ പോലെ. പോകുന്ന വഴിയിൽ എത്ര കാഴ്ചകളുണ്ട്, എല്ലാം എൻ്റെ അകത്ത് വേണോ? നിലമത്തിൽ മാത്രം കൊടുത്താട്ടെ. നമ്മളൊരു ഉത്സവ പറമ്പിൽ പോയാൽ അല്ലെങ്കിൽ ടൂർ പോയെന്ന് വെച്ചോട്ടെ, അവിടെയുള്ള എല്ലാം കാണാൻ പറ്റത്തില്ല, ചിലത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കാണും. ചില ബുദ്ധിയുള്ളവർ അവിടെ തങ്ങി 3-4 ദിവസം തങ്ങി ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ പലത് കാണും. പക്ഷെ ഈ പറ്റിപ്പ് ടൂറുണ്ട്, കൊണ്ടുപോവുക, പൈസ മാത്രം മേടിച്ച് അവിടെ കൊണ്ട് സെന്ററിൽ ഇറക്കും. സെന്ററിൽ ഇറക്കിയിട്ട് അതാ കാണുന്നതാണ് മൂക്കുന്നിമല, ഇത് ആ കാണുന്നതാണ് മൂടൽമഞ്ഞ്. 10 മിനിറ്റ് കൂടെ ഇവിടെ നിൽക്കാം, പോകാം. അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഒരു 20 മിനിറ്റ് കൂടെ നിൽക്കാമായിരുന്നു. അടുത്ത സ്ഥലത്തേക്ക് 6 മണിക്കൂർ യാത്ര ചെയ്ത് ഇതുപോലെ മൂക്കുന്നിമല, താക്കുന്നിമല കാണാൻ പോവുക. ഇങ്ങനെയുള്ള കാഴ്ച കാണാതെ ദൈവസന്നിധിയിൽ ആഴത്തിലൊരു കാഴ്ച കാണാനായിട്ട് നാം എഴുന്നേൽക്കേണ്ടത് ആവശ്യം. ആമേൻ, ഹല്ലേലൂയ. ഈ 12 ഒന്നിനെ അടിച്ചോണ്ട് പോയെങ്കിൽ നമ്മൾ ഇത് അടിച്ചോണ്ട് പോകാൻ അത്ര വലിയ മുന്തിയ ടീമൊന്നും വരേണ്ട ആവശ്യം ഇല്ല. സിംഗിളികൾ ഞങ്ങൾ പോട്ടെ, ഇനി മതിയാകും. ഇനി നമ്മളാണ് റെഡിയാണ് ഇവിടെ പോകാനായിട്ട്. ആരെങ്കിലും ഒന്നൊന്ന് വിളിച്ചെങ്കിൽ മതി എന്ന് പറഞ്ഞായിരിക്കണം. കർത്താവിന്റെ വിളി മാത്രം നമുക്ക് ഇന്നേ വരെ നേരാവണ്ണം ഒന്നും മനസ്സിലായിട്ടില്ല. അത് നിത്യതയിലേക്കുള്ള വിളിയല്ലേ, സുഖിക്കാനുള്ള വിളിക്കാണല്ലോ ഈ സിംഗിളികൾ വരുന്നത്. അപ്പൊ ഇവിടെ എല്ലാം പാക്കേജ് റെഡിയാക്കി വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. പൂർണ്ണ ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിൽ ഞാൻ വരാമായിരുന്നു. ഞാനിപ്പോൾ ഒരാഴ്ചക്കാലം ഫ്രീ ആണ്. ഇവിടെ പോകുന്ന നഗരങ്ങളിൽ ചെന്ന് രാപാർക്കും. ഇവിടെ കണ്ടു ചില യവനന്മാർ കർത്താവിനെ കാണാൻ വരികയാണ്. വരുന്ന സമയത്ത് അവ നിശ്ചയമായിട്ടും കർത്താവിനെ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. അതല്ലേ എൻ്റെ അർത്ഥം. ഇവര് കാണാൻ വന്ന് ഇവിടെ പാളയം ഇറങ്ങി അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോ കൂടെയുള്ള ശിഷ്യനെ കണ്ടപ്പോ, യേശുവിനെ കാണാനില്ല, ശിഷ്യനെ കണ്ടപ്പോ, ഇവിടെ അർത്ഥങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. ശിഷ്യനെ കണ്ടപ്പോ ഇങ്ങനെ ചോദിച്ചു, യേശുവിനെ ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട്. നമുക്ക് ചിലർ അങ്ങനെയാണല്ലോ, ഞാൻ വന്ന് നോക്കാം, ഒരു താല്പര്യം ഉണ്ട് എനിക്ക്. നാളെ എപ്പോഴും ആരാധന? നാളെ ഞാൻ ഫ്രീ അല്ല, മറ്റന്നാൾ വരാം. പിന്നെ 6 മാസം കഴിഞ്ഞ് കാണുമ്പോഴും വരാം, ഞാൻ വരും, ഒരു വരവ് വരും, ഞാൻ വരും. ഇപ്പോഴും പാസ്റ്ററൊക്കെ ഉണ്ടോ അവിടെ? നല്ല ആരാധനയൊക്കെ നടക്കുന്നുണ്ടോ? എല്ലാവരും വരുന്നുണ്ടോ? വടക്കുന്നുള്ളവർ തെക്കുന്നുള്ളവരൊക്കെ വരുന്നുണ്ടോ? ഞാനും വരും. ഇതിനൊന്നും അടുപ്പിക്കൽ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നിടത്ത് അവരെ വഴിക്കാൻ വിട്ടേ. ഒരു ദിവസം കൈ ഒടിഞ്ഞോ കാലൊടിഞ്ഞോ ഒക്കെ കയറി വരുമ്പോൾ കാണാം, ഓ നീ ഇവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു മീറ്റിങ്ങിന് പോയി. അവിടെ മീറ്റിംഗ് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ചർച്ചെല്ലാം ഒരുക്കത്തോടെ ഇരുന്നു. ചെന്ന് കയറിയത് മൈക്കും തന്നു. ഇന്നത്തെ ചിന്തിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ശുശ്രൂഷ ആരംഭിച്ചു. 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി വന്നിരിക്കുകയാണ്.
നോക്കിയപ്പോൾ 2016-17 കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ താങ്ങിയെടുത്തോണ്ട് വെച്ചാൽ കൂടെ വിളിച്ചോണ്ട് പോയ ആ വീട്ടില് ചെറുക്കനും ഭാര്യ അവിടെ ഇല്ല. അവൻ പിന്നെ എന്നെ വിട്ടു പോയി വേറൊരു സ്ഥലത്ത് പോയാണ് സ്നാനപ്പെട്ടു. അവിടെ നിന്നും പോയി വേറെ സ്ഥലത്ത് പോയപ്പോൾ അഭിഷേകം പ്രാപിച്ചു. അവിടെ നിന്നും പോയി ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പൊ ഇവനുമായി ബന്ധപ്പെട്ട് ദൈവം എനിക്ക് ഒരുപാട് ദർശനങ്ങൾ തന്നു. ഞാൻ വിളിച്ച് പറയുമ്പോൾ എന്റെ അടുത്ത് വരികയാണ് ഓടിക്കളയും. അപ്പൊ അവിടെ ഒരു മെസ്സേജ് കിടന്നപ്പോൾ വാഴിച്ചൽ അവനെ കൊണ്ടുവന്ന് അവിടെ ഇരിച്ചിരിക്കുന്നത്. പിന്നെ അവനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ മകനാണ്, പ്രിയ ബന്ധുവാണ്, എന്റെ അടുക്കലിരുന്ന് വചനം കേൾക്കാൻ വരാത്തത് കൊണ്ട് ദൈവം ഇവിടെ പിടിച്ചിരുന്ന് കേൾപ്പിച്ചു. ഭയങ്കര സന്തോഷിച്ചിരുന്ന ചിലർക്ക് ഗ്യാപ്പിലിരുന്ന് കേട്ടാലേ മനസ്സിലാവും. പിന്നെ അവൻ ഓടിയൊന്നുമില്ല. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എന്നെ കണ്ടു, പ്രാർത്ഥിച്ചു, സന്തോഷത്തോടെ പോയത്. എടാ എന്ന് വിളിച്ചാൽ ഓടി വരാനുള്ള സമയം. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയാം, കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ നീ കണ്ടിരിക്കണം. കൊതിയുണ്ടെങ്കിൽ നാളത്തേക്ക് ആക്കി വെക്കരുത്, ഇന്ന് തന്നെ അങ്ങ് പാകം ചെയ്ത് കഴിക്കണം. വേണ്ടാത്തതല്ല. ഞാൻ കർത്താവുമായിട്ട് ആത്മീയ കാര്യങ്ങളിൽ നാളേക്ക് വയ്ക്കരുത്, ഭയങ്കര അപകടമാണ്. യേശുവിനെ കാണാൻ വന്നവർ ഇന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോഴും ശിഷ്യന്മാരോട് പറഞ്ഞത്, ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്, കാണണമെന്നൊരു ആലോചന ഉണ്ടെന്നില്ലേ വായി എഴുതിയിരിക്കണേ? താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? കണ്ടാ കൊള്ളാം, അത്രേ ഉള്ളൂ. കണ്ടാ കൊള്ളാം, നിങ്ങളെ ഗുരുവിനെ എനിക്കൊന്ന് കണ്ടാ കൊള്ളാം. പിന്നെ ഗുരുവൊക്കെ നോക്കി കാത്തിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഭാഗമുണ്ട്, അമ്പാനിയാണ് വന്നാൽ കണ്ടാ കൊള്ളാം, അവിടെ കാണുമെന്നൊക്കെ ചോദിച്ചു. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. വേണമുള്ള സക്കായിമാരുണ്ട്, മറിയമാരുണ്ട്. മാർത്തയുടെ ഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവ് വലിച്ചേറി വന്നിരിക്കുന്ന പോലെ അവള് കൂടി നടന്നൊക്കെ പരിപാടികൾ ചെയ്യും. അത് നമ്മളെ വീട്ടിലൊക്കെ വന്നിരിക്കുന്നതാണ്. മറിയയ്ക്ക് മർമ്മം മനസ്സിലായി, ഉടയവനെ ഈ വന്നിരിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ടുള്ള കാലടി വിട്ട് മാറിയില്ല. മറ്റുള്ള ഇത് എപ്പോഴും അവൈലബിൾ എന്നാണ് വിചാരിച്ചത്. ആരും അവിടെ ദൈവത്തിന് അറിയാത്ത കാര്യം കൂടി കലറയുടെ ഫ്രണ്ടിൽ പോയപ്പോൾ അവള് പറഞ്ഞു കൊടുത്തു, നാറ്റം കൂടെ വെച്ചിട്ടുണ്ടാവും. അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ദൈവം അവൈലബിൾ ആണെന്ന് വിചാരിച്ചു. എന്നാൽ നിന്റെ മുമ്പിൽ ദൈവമുള്ളപ്പോൾ, നിന്റെ മുമ്പിൽ കർത്താവിരിക്കുമ്പോൾ നീ അവനെ കണ്ടെത്തിക്കൊള്ളണം. യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ നീ കണ്ടുകൊള്ളണം. ആമേൻ. സമയം നമുക്കുണ്ടെന്ന് കരുതിക്കൊണ്ടിരിക്കരുത്. നമുക്കില്ലാത്ത ഒരേ ഒരു സാധനം സമയം എന്ന് വെച്ചാൽ നാളെ നമ്മളുണ്ടോ, ഇന്ന് രാത്രി കഴിയുമോ, അടുത്ത മൊമെന്റിൽ നമ്മളുണ്ടോ, കർത്താവ് ഉണ്ടാവും. നമ്മളുണ്ടോ, നമ്മൾ പിരിഞ്ഞിരിക്കുമോ, അതായത് ദേഹി ഒരിടത്ത്, ശരീരം ഒരിടത്ത്, ആത്മാവ് അതിന്റെ സ്ഥലത്ത്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന് നിശ്ചയമുണ്ട്, കർത്താവ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് പറയുന്നു, ദൈവിക കാര്യങ്ങളിൽ നാളേക്ക് വെക്കരുത്, താല്പര്യമുണ്ടെന്ന് പറയരുത്. എങ്കിൽ മറുപടി ഇങ്ങനെ ആയിരിക്കും, എന്റെ സമയം കഴിഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഇനി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സമയം ക്ലോസ്ഡ്. ഇങ്ങനെ ക്ലോസ്ഡ് എന്നുള്ള ബോർഡ് കാണുമോ? വചനത്തിലുണ്ടോ ക്ലോസ്ഡ് ബോർഡ്? ഇല്ലേ? ഇല്ലെന്നാലും നീയാണോ പറഞ്ഞില്ല? എന്തിനും പറഞ്ഞു അടുത്തിരിക്കരുത്. ക്ലോസ്ഡ് എന്ന ബോർഡുണ്ട്. വാതിൽ എന്ത് ചെയ്തു? അടച്ചു. നോഹയുടെ പെട്ടകം ആരടച്ചു? യഹോവ അടച്ചു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ക്ലോസ്. ഇവരൊന്ന് പുറത്തുവിടുന്ന മാന്തുകയാണ്. ഉണ്ട്, ഞങ്ങളും കൂടി ഒന്ന് തുറന്ന ഫുള്ളായിട്ട് തുറക്കണ്ട, ലേശം തുറന്നാൽ ഞങ്ങൾ എനിക്ക് അങ്ങ് കയറിക്കൊള്ളാം. അതല്ല, നുഴഞ്ഞ് കയറിക്കൊള്ളാം. നിൽക്കണമെങ്കിൽ അന്തസ്സോടെ നിൽക്കും, കയറണമെങ്കിൽ അന്തസ്സോടെ വാതിലിൽ കൂടെ കയറും. പുറം വാതിലിൽ കൂടെ വരുന്ന കള്ളനെന്ന് വചനം പറയും. യോഹന്നെ പറ്റി പറയുന്നു, കള്ളനാണ് നുരന്ന് കയറുന്നത്. എന്നെ പറയും താല്പര്യമുണ്ടെന്ന്, എനിക്ക് ആരാധനയ്ക്ക് കൂടാൻ താല്പര്യമുണ്ട്. എപ്പോഴാണ് ആരാധന? നമ്മൾ പിന്നെ അവന്റെ പുറകെ കിടക്കുക, അവനൊന്ന് ആരാധനയ്ക്ക് കൊണ്ടുവരാൻ. കർത്താവിന്റെ മറുപടി എന്നറിയോ? എനിക്ക് അവനെ കാണാനേ താല്പര്യമില്ല. അങ്ങനെ കർത്താവ് പറയുമെന്ന് പറയും. പിന്നെ ആ സുരേഫനക്കാരിയോട് പറഞ്ഞതെന്നറിയോ? എന്റെ പിള്ളേരോട് കിടന്ന് പാലിന് കുതിക്കും, ഞാൻ അത് ഇവർക്ക് പാൽ കൊടുക്കട്ടെ. ശിഷ്യന്മാർക്ക് കാണാൻ നമ്മള് മനുഷ്യനെ നോക്കും പോലെ അവളെ നോക്കുമ്പോൾ ഇവർക്ക് ഒരു നമ്മളെ ഇടയിൽ നിന്നിട്ട് പറക്കേണ്ടി ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. നമ്മളുടെ ഇടിയിൽ നിന്നുള്ള പ്രാർത്ഥന കേട്ടുകഴിഞ്ഞാൽ കർത്താവ് കുലുങ്ങുമെന്നാണ് നമ്മുടെ വിചാരം. ചില കേസുകളിലൊക്കെ നമ്മൾ കടന്ന് പ്രാർത്ഥിക്കുന്ന കാണുന്നത് അപ്പോഴത്തെ ഇവരെ കരച്ചിലുണ്ടില്ല. നേരെ മറിച്ച് ഇതിന്റെ പുറകെ കർത്താവ് നടക്കാൻ തുടങ്ങിയ ഒരു കാലം എത്രയാണ് ഇതറിയാവുന്നത് കർത്താവിന് മാത്രമാണ്. നമ്മൾ ഇന്ന് തടി മാത്രമേ കണ്ടു. 10-20 വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന് അതിനെ അടിച്ചുകൊണ്ടിരുന്നതാണ് കർത്താവ്. എന്നിട്ട് ഇവർ കർത്താവ് കൈനീട്ടാ നടന്ന ടീമുകളാണ് നിലവിളിക്കുന്നത്, കരയുന്നത്. തമാശ പറയില്ലേ? ഒരുത്തന്റെ ജീവിതത്തിനകത്തൊരു ദുരന്തം വരുന്നതിന് മുമ്പ് ദൈവം ഇടപെടും. അവൻ ദൈവസന്നിധിയിൽ ക്രമപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവന് ദൈവം സ്വതന്ത്രനാക്കും, അവന് സൗഖ്യം കൊടുക്കും, ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കും, തന്റെ മനസ്സിനെ പൊഴിച്ചു കൊടുക്കും. എന്ന് പറയുന്നത് ദൈവകാര്യങ്ങളിൽ മാത്രം ഈ മെല്ലപ്പോക്ക് നയവും ഈ കള്ളത്തനവും കൊള്ളത്തനും വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അവൻ സഭയിൽ നിൽക്കത്തില്ല. ദൈവസഭയിൽ അവൻ ആരും ഓടിക്കേണ്ടത് തന്നെ ഓടിപ്പോകും. ആമേൻ. അതുകൊണ്ടാ പറയുന്നേ, പണി വരുമ്പോ ഓർത്തുകൊള്ളണം. അവൻ ആയുധങ്ങൾ കോപ്പ് കൂട്ടുമ്പോ ഓർത്തുകൊള്ളണം. അതിനകത്തുകൊണ്ട് തല വെക്കരുത്. മനസ്സിലായി? പലവട്ടം ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു തന്നിട്ടുണ്ട്, വേദനയോടെ പറഞ്ഞു തന്നിട്ടുണ്ട്.
ആയുധം മൂർച്ച കൂട്ടുമ്പോൾ സഭയ്ക്കെതിരെ, ദൈവദാസനെതിരെ മൂർച്ചയുള്ള ആയുധങ്ങൾ രാഗി മിനുക്കുമ്പോൾ ഓർത്തുകൊള്ളണം, എനിക്കെതിരെ അല്ല യുദ്ധം, യുദ്ധം മുകളിലോടാണ്. നീ എഴുന്നേൽക്കുന്നു, കുത്തല്ല ഉള്ളതാ പറഞ്ഞു. കുത്തെന്ന് കരുതി നീ കരി എഴുന്നേൽക്കുന്നത് ദൈവത്തോട് വിരോധമായിട്ടാണ്. ദൈവത്തെ നിസ്സാരമായി കാണുന്നു. ആ വക കാര്യങ്ങളിലേക്ക് പോകരുത്. ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ താൻ കീഴടക്കിക്കൊണ്ട് ഇരുന്നുകൊണ്ട് പറയുക, താല്പര്യമുണ്ടെന്നല്ല പറയേണ്ടത്, എനിക്ക് വേണം, എനിക്ക് കാണണം. അങ്ങനെ ആഗ്രഹിച്ച് ആരെങ്കിലും കാണാതെ പോയി. ഇവിടെ ഈ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെക്കാൻ കർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ ഈ വാക്യം വരും. ആമേൻ. അപ്പൊ ഫിലിപ്പോസ് വക്കാലത്ത് ഓടിച്ചു. ഫിലിപ്പോസ് എന്തുകൊണ്ടായിരിക്കും നേരിട്ട് അങ്ങ് പറയാത്ത യേശുവിനോട്? എത്ര പേരെ ഇവര് കർത്താവിന്റെ ഇടയിലേക്ക് കൊണ്ടുപോയത്. ഫിലിപ്പോസ് അന്ത്രേസിനോട് പറയാനുള്ള കാര്യം അവിടെ ഇടയിൽ എന്ത് പ്രശ്നങ്ങള് ഇപ്പൊ അവൈലബിലിറ്റി ഇല്ല. കാരണം കർത്താവ് പെട്ടെന്ന് ബിസിയാകും. ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ കർത്താവ് തന്നെ പറയാൻ തേജസ്കരിക്കാൻ പോകും. 3.5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആർക്കും വേണ്ടായിരുന്നു. ഇത്ര കാലമായി ഇവിടെ സഭ നിൽക്കുന്നു, ഇത്ര കാലമായി ഉപദേശങ്ങൾ കേൾക്കുന്നു. ഹലോ, കരുമത്തിന് മൊത്തം കൊടുത്താട്ടെ, ശ്രദ്ധിക്ക്. എത്ര കാലമായി ഉപദേശങ്ങൾ കേൾക്കുന്നു. നമുക്ക് മാറാൻ മനസ്സില്ലെങ്കിലോ, നമുക്ക് മനം തിരിയുവാൻ മനസ്സില്ലെങ്കിലോ, ദൈവമക്കളെ, ദൈവത്തോട് വിരോധം കാണിപ്പാൻ നമ്മെ ബലപ്പെടുത്തുന്നത് പിശാചാകും. അവിടെ യേശു പറയാണ്, നിങ്ങളിൽ ഒരുത്തൻ പിശാചാകും. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യൂദയെക്കുറിച്ച് ലൈവായിട്ട് യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. എന്ന് വെച്ചാൽ അവൻ പിശാചിന്റെ റോളുമായി കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവനെ നോക്കി, തന്റെ അപ്പോസ്തലനെ നോക്കി കർത്താവ് പറയാണ്, ഇവൻ പിശാചാകും എന്ന് പറഞ്ഞാൽ അവൻ ലിറ്ററലി ആരിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതുപോലെ എത്ര കുട്ടി ചാത്തുമാർ ഓരോരോ പേരുകളിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്തോടെ അവൻ ഫോൺ എഴുതി വെച്ചിട്ടുണ്ട്, ഭദ്രയുടെ നാട്ടിലേക്ക് സ്വാഗതം, മണ്ണിലേക്ക് സ്വാഗതം. ഭദ്രയെ നോക്കിയപ്പോൾ ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ, പിന്നെ നോക്കാൻ തോന്നി. തുടിയൊന്നുമില്ലാതെ കൈ കാലം കെട്ടി തൂക്കി വെക്കുന്ന ഒരു സാധനം, അതും ഭദ്ര. ആ ഏതെങ്കിലും ഒരു ഭക്തൻ ഈ ഭദ്രയെ കണ്ടിരുന്നെങ്കിൽ. ഇപ്പൊ കരുണാമയനായ ആത്മാവായ ദൈവം നമ്മുടെ അകത്തിരിക്കുമ്പോ താല്പര്യമുണ്ടെന്ന് പറയരുത്. ഇന്നെനിക്ക് കൂടാൻ താല്പര്യമുണ്ട്. ദൈവത്തെക്കാൾ വലിയ പുള്ളികളാകരുത്. ഹല്ലേലൂയ. നമ്മൾ പറയണം, എനിക്ക് നമ്മൾ നേരെ പോയിട്ട് മോദിയുടെ അവിടെ പോവാണ്. അവിടെ പോയിട്ട് സെക്രട്ടറിയെ കണ്ടിട്ട് പറയണം, മോദി ഉണ്ടോ അവിടെ, ഇത് കാണാൻ താല്പര്യമുണ്ട് ഞാൻ. ശേഷം ചിന്ത്യം എത്ര ദിവസം നമ്മളവിടെ ഇരിക്കേണ്ടി വരും. വന്നവരാരും നമ്മുടെ സകല ചരിത്രം അവിടെ കൊടുക്കണം. കൈരേഖ വയ്ക്കുമ്പോൾ എല്ലാം കിട്ടും. എന്നാലും ഇതെല്ലാം കൊടുത്താലും അവിടെ ഇരുത്തും. കാണിക്കൂ. ഫിലിപ്പോസ് വക്കാലത്ത് പോയിട്ട് കണ്ടോ? അന്ത്രയാസ് പോയിട്ട് കണ്ടോ? കർത്താവിന് പറയാനുള്ള മറ്റൊരു കാര്യം, അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ താല്പര്യമുണ്ട് എന്നൊരു പദമില്ല. കർത്താവിന് വേണമെന്നല്ലാതെ മറ്റൊരു പദമില്ല. ആമേൻ. കർത്താവുമായിട്ട് ഐക്യതയിലാണ് നമ്മൾ പറയുന്നത്. ദൈവത്തോട് സ്നേഹമുണ്ടോ? ദൈവം വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ മനം തിരിഞ്ഞേ പറ്റും. ആമേൻ. ഹല്ലേലൂയ. ദൈവങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഒരു കാര്യം. നമുക്ക് തിരിച്ചറിയണം, ഈ മനുഷ്യനെ പിശാച് തെറ്റിക്കുന്നത്, പിശാച് രാത്രി വഴിവെക്കത്ത് പോയി പേടിപ്പിച്ചിട്ടാണ് മറിഞ്ഞു നിന്നിട്ട് ഇങ്ങനെയൊക്കെ പല അതോടുകൂടി അവൻ പേടിച്ചു. നന്നായി. ഒറ്റ രാത്രി കൂടെ അവൻ മാനസാന്തരം. അവന് പേടിച്ച് പനി വരും, അല്ലെങ്കിൽ പേടിച്ച് നിലവിളിച്ചിട്ട് ഓടിയേക്കാം. മാനസാന്തരപ്പെടുകയല്ല. എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. മാനസാന്തരപ്പെടണമെങ്കിൽ അവന്റെ കാഴ്ച ദൈവത്തോടു കൂടെ തന്നെ ആയിരിക്കും. പറ്റിക്കാനാണെങ്കിൽ പറഞ്ഞാടിയാ. അല്ല, കൊച്ചുപിള്ളേരെ പറ്റിക്കുന്നുണ്ട്, കാരണം കളിച്ചിട്ട് പുറകെ കൂടെ പോയിട്ട് എല്ലാവരും പേടിക്കുന്നതായിട്ടൊക്കെ കാണും. കൊച്ചുപിള്ളേർ അങ്ങനെ പേടിക്കും. പക്ഷെ കർത്താവിനെ പേടിപ്പിക്കാൻ പറ്റില്ല, സാത്താനെ പേടിപ്പിക്കാൻ പറ്റില്ല. അവൻ പേടിക്കുന്നത് യേശുവിന്റെ മുമ്പിൽ മാത്രമാണ്. യേശുവിന്റെ രക്തത്തിൽ മാത്രമാണ് അതിന് ഭയമുള്ളത്. ദൈവത്തോടും ദൈവിക വ്യവസ്ഥകളോടും ഉടമ്പടികളോടും ടൈപ്പ് ചെയ്തില്ലെങ്കിൽ അവൻ നമ്മളെ രോഗികളാക്കി കളയും. അവൻ നമ്മെ ശാപം പോലെ ഇട്ട് കളയും. ഒരു കരുണയും അവൻ്റെ ഇല്ല. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ തങ്ങളെ താൻ താഴ്ത്തും. ഇനി ആ വാക്യം ഒന്ന് വായിക്കൂ. അപ്പൊ ഇവരെ കണ്ടോ? അവിടെ ഇരിക്കുന്നുണ്ടോ? ഇവർ ഗലീലയിലുള്ള ബെത്സേദക്കാരായിരുന്നു, യവനന്മാരായിരുന്നു. പെരുന്നാളിന് വന്നപ്പോ അവർ യേശുവിനെ കുറിച്ച് കേട്ടു. അവർ പ്രവാചകൻ ഉണ്ടെന്ന് കേട്ടു. കണ്ടിട്ട് വായിക്കാം. നമ്മുടെയൊക്കെ ഒരു എന്താ പറയാ, ഭാഗ്യം നോക്ക്. ഇങ്ങനെ വന്ന ആരെങ്കിലും സഭയിലുണ്ടോ? താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഞാൻ വരാം പെരുന്നാള് അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും പിന്നെ വന്നിട്ടുണ്ടോ? നമ്മൾ മാത്രം കുറെ പൊട്ടന്മാരും കുട്ടികളെയും പോലെ ഇങ്ങനെ തുഴഞ്ഞു പോകും. ഇത് വരുമ്പോൾ നമുക്കും ഇടയ്ക്കിടയ്ക്ക് തോന്നില്ല, അവരെ നോക്കില്ല, ഇവളെ നോക്കില്ല, അവളെ നോക്കുക. അവർക്കൊരു കുഴപ്പമില്ല, ഇവർക്കൊരു കുഴപ്പമില്ല, അവർക്കൊരു കുഴപ്പമില്ല. ഇത് നമ്മളെ നെടുവെറുപ്പ്. എന്നാലും നമ്മൾ തുഴഞ്ഞു പോകുന്നു. ഒരു നിരാശ, ഒരു സങ്കടം, ഒരു വേദന. ഹലോ, എല്ലാവരും ഉണ്ടോ ഇവിടെ? ഇത്
എവിടെന്നറിയോ? ഈ ഉത്സവത്തിന് മുമ്പ് കണ്ട ടീമാണ് നമ്മൾ. പെരുന്നാളിന് മുമ്പ് കണ്ടവരാ നമ്മൾ. പെരുന്നാൾ നടത്തേണ്ടവർ ഇടപെടുത്തിന് മൊത്തം കൊടുക്കാൻ. പെരുന്നാൾ നടത്തേണ്ടവരും പെരുന്നാളിന് വരുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ശിഷ്യന്മാരെ നിങ്ങൾ നടത്തിപ്പുകാരാണ്. അപ്പൊ അതുകൊണ്ട് നടത്തിപ്പുകാരനായ ഫിലിപ്പോസിന്റെ അടുക്കലും അന്ത്രയാസിന്റെ അടുക്കലും വന്നപ്പോൾ കർത്താവിന് പറയാനുള്ള ഒരു കാര്യം, പിന്നെ അവരെ കബളിരിക്കട്ടെ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ. വായിച്ചു. മനുഷ്യപുത്രൻ. അപ്പൊ ഈ തേജസ്സിന്റെ കാര്യം പറയുമ്പോ മാനസാന്തരത്തിന്റെ കാര്യം പറയുക. മാനസാന്തരപ്പെടുന്ന കാര്യം പറയുമ്പോൾ തേജസ്സിന്റെ കാര്യവും പറയില്ല. മാനസാന്തരപ്പെട്ടാലേ തേജസ്സിരിക്കപ്പെടും. അപ്പൊ മനം തിരിഞ്ഞ് വന്ന ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, അവരോട് ഇരിക്കട്ടെ, വാ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായ സഹോദരൻ, എനിക്ക് നിങ്ങളോട് മാത്രമായി. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. എന്തോ പുതിയതൊന്നും തരാൻ പോണം. കർത്താവ് എന്തോ എന്തോ ഒരു കാര്യം വെളിപ്പാടൊന്നും അറിയത്തില്ല. ഇതൊക്കെ അഭിഷേകം വന്നതിന് ശേഷമാണ് ഇവർക്ക് വെളിപ്പാടുകൾ പറയുന്നത്. ഇവരെപ്പോഴും ഭയങ്കര സ്നേഹമായി, റെസ്പെക്റ്റഡ് ലവ്. നമുക്കില്ലാത്തൊരു റെസ്പെക്റ്റഡ് ലവ്. അപ്പൊ ഇവര് ആ വാക്യത്തിനൊന്ന് വായിച്ചോട്ടെ. നിങ്ങൾ ആ ഒരു ഹൃദയം കൊണ്ട് വായിച്ചു നോക്കാം ആ വാക്യം. നമ്മൾ ഈ കാണുന്ന കാര്യം പറയുമ്പോൾ കർത്താവിന് പറയുന്ന തേജസ്സിനെ കുറിച്ചാണ്. ഹലോ, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി നാളെ അങ്ങ് റെഡിയാകണം. ഇന്ന് റെഡിയാകുന്ന കുഴപ്പം. ഇന്ന് വായിരുന്നു വന്ന ചവറുകളെ, ഇന്ന് വായിരുന്നു വന്ന കാര്യങ്ങളെ നന്നാക്കണം. വേണ്ടാത്ത കാര്യങ്ങളെ വേണ്ടേ? എന്തിന് നാളേക്ക് വെക്കുന്നു? ചിലർക്ക് അങ്ങനെയുണ്ട്. 12-ാം തീയതി മുതൽ അവധിയാണ്. 12-ാം തീയതി വരെ ഞാൻ മാറ്റം പുത്തായിട്ട് കാര്യത്തിൽ പറയും. നമ്മൾ ചിലപ്പോൾ ഉപവാസത്തിനെ ചെയ്യുന്നതിന് ഇങ്ങനെ കണ്ടില്ലേ, സഭായോഗത്തെ അലക്ഷ്യമായി കാണേണ്ട അവസ്ഥയുണ്ട്. ഇവരോട് ചോദിച്ചവർക്ക് ഒരു മറുപടി ഉണ്ടാവില്ല. രാവിലെ ഇറങ്ങിയപ്പോൾ കാലിന്റെ അടിഭാഗത്തിൽ ഒരു ഉളുക്ക് ഇറങ്ങിയപ്പോൾ ഒരു കരിമ്പൂച്ച പുറകെ ചാടി. കരിമ്പൂച്ച പോകരുതെന്ന് പറഞ്ഞു. ഞാൻ അനുസരിച്ചു. ഇന്ന് ഞാൻ പോണ്ടാന്ന് ചോദിച്ചു. മക്കൾ വിരട്ടി നോക്കി പേടിപ്പിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. ഇന്ന് ഞാനായിട്ട് എനിക്ക് കുടുംബയോഗം കലക്കില്ല. അവരെവിടെ ഇല്ല. സഭായോഗത്തിന് തേജസ്കരണം കേൾക്കാനില്ല. അവർക്ക് താല്പര്യമുണ്ട്. ആമേൻ. നിങ്ങൾക്ക് താല്പര്യമാണോ ഉള്ളത്, അതോ ജീവിക്കണമെന്നുള്ള ഡിസിഷൻ ആണോ ഉള്ളത്? കർത്താവിനോട് കൂടെ ജീവിക്കണമെന്നുള്ളൊരു ഡിസിഷൻ ആണോ ഉള്ളതെന്നാ ചോദിച്ചു. ആമേൻ. ഇപ്പൊ നിങ്ങൾ കരം കൊടുത്ത് പറയും, താല്പര്യമുണ്ടെന്ന് ഇനി പറയണം. താല്പര്യമുണ്ട്. ചില പറയണം, എനിക്ക് സ്നാനപ്പെടാൻ താല്പര്യമുണ്ട്, നീ ഒരിക്കലും സ്നാനപ്പെടുക. ചില പറയാണ്ട് എനിക്ക് ഇന്നൊരു താല്പര്യമുണ്ട്, ഊട്ടി പോകാൻ താല്പര്യമുണ്ട്, പോവുകയാണ്. പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരീക്ഷ എഴുതും. ചില പറയും എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. ഇപ്പൊ വയസ്സ് എത്രയായി? ഇപ്പോ എനിക്ക് 48 വയസ്സായി. ഈ എപ്പോഴും താല്പര്യം തുടങ്ങി 18-ാമത്തെ വയസ്സിൽ തുടങ്ങി. വണ്ടി എടുത്ത് ഓടിക്കാൻ ഭയങ്കര പേടിയാണ്. ഓടിച്ചിട്ട് അന്ന് എതിരെ ഒരു കാള ചാടിയതാണ്. എന്റെ വണ്ടി കാണുമ്പോൾ വലത്തോട്ട് പെട്ടതാണ്. എതിരാത്തിരിക്കുന്നതല്ല പറഞ്ഞു. ആമേ. ആ പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലത്ത് എപ്പോഴും പഠിക്കും. ആമേ. ഞാനൊരു ഗാലി എടുത്ത് പറഞ്ഞു, നീ വണ്ടി എടുത്തോണ്ട് പോകുന്നു. വണ്ടി എടുത്തു. എല്ലാം അറിയാം, നന്നായിട്ട് ഇവിടെ ഓടിച്ചോണ്ടതാ. ശരിയാക്കിക്കൊണ്ട് വന്നതിൻ്റെ അന്ന് വണ്ടി എടുത്തോണ്ട് പോകുവാനാണ്. ഒരു വളവില്ലേ, അങ്ങനെ തന്നെ എടുത്തോണ്ട് പോസ്റ്റിൽ നേരെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നേരെ ലൈവായി വിളിച്ചു. ഈ വളവിൽ സാധാരണ ആക്സലേഷൻ കുറയ്ക്കണം. പുള്ളിക്കാരത്തി അതെല്ലാം പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, എന്റെ പുറകിൽ നിന്നുള്ള എന്റെ വിളിക്ക് കർത്താവ് കേട്ടതുകൊണ്ട് വണ്ടിക്ക് ചെറിയ വളവല്ലാതെ, വളവാണ് ഓർത്ത് നോക്കണം, വളവാണെങ്കിൽ ഐഡിയ എത്രയാണെന്ന് ഓർത്ത് നോക്കണം. ചെറിയ വളവല്ലാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ വീട്ടിൽ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോ, താല്പര്യമുണ്ടെന്ന് പറയുന്നവരും കൂടെ നടക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂടെ നടക്കുന്നവന് യേശു ആരെന്ന് അറിയാതെ പോകുന്നു. അപ്പൊ കൂടെ നടക്കുന്നവനോടാണ് കർത്താവിന് ഭയങ്കര ഇന്റിമസി ഉള്ളത്. കാണാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നതിനോട് ഒരു കാര്യമില്ല. എത്രയൊക്കെ എൻ്റെ ആഴം മനസ്സിലായത്. ഞാൻ മനം തിരിയും. നിന്നോട് വലിയ താല്പര്യമൊന്നുമില്ല പറഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെ പറയാം, വചനത്തിൽ തൊട്ട് തന്നെ ഞാൻ പറയാം. ഞാൻ ഒരു നാൾ മനം തിരിയും. എന്താ പറയും, നീ ഒരു നാൾ ചാകും. ഇല്ല, ഞാൻ മനം തിരിയും. വേണമെങ്കിൽ ഇന്ന് മനം തിരിയിടാം. പാസ്റ്റർ ചൂടായി സംസാരിച്ച് കരയുന്നു. യേശുവിന് ഇതേ പറയാനുള്ളൂ. ഞാൻ ഒരു നാൾ അച്ഛനെ പോലെ ആകും. ഒരു നാൾ ഞാൻ ഇപ്പൊ എനിക്ക് സാധിച്ചില്ല, ഞാൻ നന്നാവും. എപ്പോ ചോദിച്ചാലും ഈ സഹോദരൻ പറയും നന്നാവും. അവനൊന്നും കർത്താവിന് വേണ്ട. ഞാൻ ഉള്ളതാ പറഞ്ഞേ. മാറും പാസ്റ്റർ മാറും. 16 വർഷങ്ങൾക്ക് മുമ്പുള്ള പാസ്റ്ററിലായി നിൽക്കണം. ചുളിവുകൾ വീണു, നര വന്നു, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. കർത്താവിന് ഒരു മാറ്റം. 2000 കൊല്ലങ്ങൾ കൊണ്ട് ഈ വചനം പ്രസംഗിച്ചിട്ട് ഒരു മാറ്റം.
ഇപ്പൊ കൂടെ നടക്കുന്നവനോട് കർത്താവിന് ചിലത് പറയാനുണ്ട്. നടക്കാൻ താല്പര്യമുണ്ട്, കൂടെ ഇരിപ്പാൻ താല്പര്യമുണ്ട്, ഇന്ന് മാനസാന്തരപ്പെട്ടു. ഞാനത് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എടുത്താൽ പറഞ്ഞു. നാളെ മാറാമെന്ന് പറഞ്ഞ ഒഴുത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ന് പോകാം, ഇന്ന് വേണ്ട, നാളെ പോകാം, ശരിയല്ല. നാളെ എങ്ങനെ ആരോ തീരെഴുതി അങ്ങ് ഇട്ട് കൊടുത്തിരിക്കും. എന്ന് ചോദിച്ചാലും നാളെ എന്ന് പറയും. ഇന്ന് തെങ്ങിക്കയറാം, ഇന്ന് വേണ്ട, നാളെ ചെയ്യാം. ഇന്ന് ആ മുറ്റോ തടിച്ചിടുക, ഇല്ല നാളെ ചെയ്തേക്കാം, നാളെ ഇരിക്കാം, നാളെ പറഞ്ഞാലോ, നാളെ ഇതിങ്ങനെ കിടക്കില്ലേ, നാളെ 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 പഠിക്കാൻ പറഞ്ഞാലോ, ഇന്നിപ്പോ നല്ല ക്ഷീണം, നാളെ ആവും. ആ വചനം വായിച്ചോ, ഇല്ല അത് പുസ്തകപ്പെടുത്തി വായിച്ചു, അതൊന്ന് കാണാനുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അനുസരണം ഉണ്ടെങ്കിൽ നന്നാവും. അറിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരിക്കും പറയുന്നത്. ഞാൻ പറയുന്ന വചനം തന്ന ദൈവം ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സൂര്യൻ ഉണ്ടാക്കാൻ കഴിവുള്ളവന് ഞാനൊന്നും നമ്മൾ വളക്കാൻ പോകണ്ട, അത് ഞാനി തന്നെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് സഭയിൽ നിന്ന് നീക്കണം. നാളെ ഞാൻ ഇനി നന്നാവും, നോ ഇപ്പോ ഞാൻ ഇനി നന്നായിക്കൊള്ളാം. ഇതൊക്കെ കള്ളന്റെ വാക്കുകളാണ്. കള്ളനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ പറയും, സാർ ഇന്നത്തേക്ക് ഒരു ദിവസം സാർ. ഇതേ കാര്യം മെനിഞ്ഞാന്ന് പറഞ്ഞത്, ഇതേ കാര്യം കഴിഞ്ഞ മാസം പറഞ്ഞത്. അപ്പൊ അവന്റെ ലെഡ്ജറിനെ എടുക്കുമ്പോൾ, ലെഡ്ജർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കാര്യങ്ങൾ, എന്തായാലും അവന്റെ ലെഡ്ജർ എടുക്കുന്ന സമയത്ത് SIയോട് പറയും, സാർ ഇതും കൂട്ടി അവൻ 36ാമത്തെ പ്രാവശ്യമാണ് ഈ കാര്യം പറഞ്ഞത്. ഇന്ന് മാലമോഷണത്തിനാണ് പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഓരോ കാര്യമായിട്ട് ബലാത്സംഗ കേസ് അവരുടെ കിടപ്പുണ്ട്. ഇത് 36ാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞത്. ഇനി അത് ചെയ്യത്തില്ല, ഇന്നത്തോടുകൂടി വന്നാവാം. ഇന്ന് ദൈവമക്കളെ വല്ലതും അകത്ത് കയറണമെങ്കിൽ അത് ഇന്ന് കയറണം. ഹല്ലേലൂയ. നമ്മുടെ നാവ്, നമ്മുടെ ഹൃദയം ദുഷിപ്പാൻ അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. അതൊരു വ്യാധി പോലെ പടർന്നു കയറും. ഇത് പറഞ്ഞ മനസ്സിലായോ? നാളെ എന്നുള്ളത് നിനക്കില്ല. നാളെ കുറിച്ച് വിചാരപ്പെട്ടുകൊള്ളും. മനസ്സിലായോ? അക്കരെ പിടിക്കാൻ, അല്ലെങ്കിൽ ദൈവം എന്നെ രക്ഷിച്ചിട്ടും, അതാ പറഞ്ഞത്, ഞാൻ ഉത്സവം നടത്തേണ്ടുന്നവനാണ്, ഉത്സവം കാണാൻ പോകുന്നവനെ പോലെ ആകരുത്. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് ചിലര് കാണാൻ പോയല്ലേ? എല്ലാവരുണ്ടോ കൂടെ? ചിലർ അവിടെ പോയിട്ട് എന്ത് ചെയ്തു? ഇതൊക്കെ ഒന്ന് കണ്ട്, കാഴ്ചകളൊന്ന് കണ്ട് ഒരു മുടന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ വാവ്, ഓ ഗ്ലോറി. ചിലർ അതിന്റെ ഇടയിൽ ഇത് ബേസമൂണിനെ കൊണ്ടല്ലേ എന്ന് കേട്ടാതിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ വാട്ട് എ മാർവലസ്, ഇവന്റെ അമ്മ ഗൾഫയാണ് ഇതൊക്കെ പറഞ്ഞ പിടിച്ച കുറെ എണ്ണം മഹോന്നത ദൈവമേ എന്ന് പറഞ്ഞ് നടക്കുക. നമ്മളിതിൽ ഏത് കൂട്ടം? കാണാൻ പോയവരുടെ കൂട്ടത്താണ്. ഇവനും രാവിലെ പെട്ടുകെട്ടി ചോറെല്ലാം എടുത്തുകൊണ്ട് രാവിലെ ഇറങ്ങിയത്. ആരെ കാണാൻ? താല്പര്യമുണ്ട് കൂടെ നടക്കും. പക്ഷെ കൂടെ നടക്കുന്നവന്റെ കയ്യിൽ ഒന്നുമില്ല, കർത്താവേ ഉള്ളൂ. ഹല്ലേലൂയ. അവനത് മതി. മാർത്തയാകരുത്, മറിയയാ, ലാസറും ആകരുത്, ആ പെട്ടിക്കാതിരിക്കരുത്. ഹല്ലേലൂയ. വേറെ ഒന്നും പറയുന്നില്ല. പെട്ടിക്കാതിരിക്കാനും എഴുന്നേറ്റ് വരാനും പത്തിരിക്കാനും ഇത്രയുള്ള ലാസറിനെ കുറിച്ചുള്ള വാക്കുകൾ ശരിയല്ലേ? രോഗം ബാധിച്ചു, മരിച്ചു, 4 നാൾ പെട്ടിക്കാത്തിരുന്നു, 4-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 10-20 കഴിഞ്ഞു. ആ പെണ്ണിനെ കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട്. മാത്രം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയും, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല. അത് അവിടെ പറയേണ്ട വല്ല കാര്യമുണ്ട്? നമ്മളാണെങ്കിൽ ഇത് പറഞ്ഞാൽ ഈ പ്രസംഗത്തിനിടയിൽ ഇത് പറയേണ്ട വല്ല കാര്യം ഉണ്ടാകും? വാർഷികത ബോധം ഇതൊക്കെ മനസ്സിലായി. ചിലത് ഇടയ്ക്ക് വരുന്നത് ഇങ്ങനെ തരുന്നില്ല. ഇവിടെ കണ്ടോ, യവനന്മാര് വന്നു, അവരുടെ കഥ കഴിഞ്ഞു, അവരുടെ കാര്യത്തിൽ അവിടെ നിർത്തി. കേട്ടാ, ഈ ഓടി വന്ന ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും പറയുകയാണ്, നമ്മളല്ലേ വക്കാലത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇരിക്കുവാണ്, ഇത് ഔട്ട്പുട്ട് തീർന്നെങ്കിൽ ഇന്നോടെ കയറ്റി വയ്ക്കാൻ, രണ്ടുപേരുടെ കാര്യം ഇതൊന്നും കയറ്റി വയ്ക്കാറ്. കർത്താവ് നോക്കുന്നേ അങ്ങോട്ടാണ്. കർത്താവിന് പറയാനുള്ളത് ജീവനുള്ളവരോടാണ്, ചലിക്കുന്നവരോടാണ്. ഈ വക്കാലത്തുമായി കൊണ്ടു വന്നവനോട് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. താല്പര്യമുണ്ടെന്ന് പറഞ്ഞവനോട് വെയിറ്റ് ചെയ്യാം. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്റെ ശിഷ്യന്മാർ ഇതേ ഫിലിപ്പോസ് നിന്റെ സ്ഥലത്ത് വന്നു നിന്നോട് സുവിശേഷം പറയും, അപ്പൊ നീ വന്നാൽ. ഫിലിപ്പോസ് യവനദേശത്ത് പോയി സുവിശേഷം പറഞ്ഞതാണ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ കിടപ്പുണ്ട്. ഒരുപക്ഷെ ഈ വന്ന ടീമുകൾ അന്ന് രക്ഷപ്പെടും. എത്രയൊക്കെ മനസ്സിലാകുന്ന സൗകര്യം. അപ്പൊ ഈ വക്കാലത്ത് പോയി കൊണ്ടു ചെല്ലുന്ന ശിഷ്യ നിന്നോട് കർത്താവിന് പറയാനുണ്ട്, തേജസ്കരിക്കപ്പെടാനുള്ള സമയമായി, മാനസാന്തരപ്പെട്ടു. അപ്പൊ ഇവന്മാരോട് പറയാണ്, ഈ പരിപാടി നമ്മുടെ ഈ കൂട്ടിച്ചേർക്കൽ നടത്താൻ പോവുക, ഏതാ യോഗങ്ങളങ്ങ് ക്രമീകരിക്കാൻ പോവുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നീ ചത്തില്ലെങ്കിൽ വായിച്ചത് നമ്മൾ കൈക്കുമ്പളം കൊണ്ട് പോവാണ്. അപ്പം ഉണ്ടോ, പിന്നെ വിശക്കുണ്ട്, ദാഹമുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ ഉപദേശമാണ് കർത്താവ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നു. എന്ത് കാര്യം കർത്താവ് പറയുന്നത്? ആ 2 എണ്ണത്തിനെ വിളിച്ചു വന്ന് കാണിക്കാൻ പറ്റും.
ഗോതമ്പ് മണിയുടെ ഉവ്വായിരുന്നു. അന്ത്രേസേ ഇപ്പോസേ നീ ചത്തിട്ടില്ലടാ, നീ ചാകണം. ഹല്ലേലൂയ. ഞാൻ ആരെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്റെ കർത്തൃത്വം എന്തെന്ന് നീ ശരിക്കറിയണം. ആ ഒരു ഉപമ അവിടെ കൂടെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ എത്ര വട്ടം വായിച്ചു പോയി. ശ്രദ്ധിച്ചോ, ഈ യവനന്മാരെ ശ്രദ്ധിച്ചോ. നീ ഒന്നുകൂടെ വായിച്ചാൽ. അത് കണ്ടോ, നമ്മളങ്ങനെ ചാകാതെ തനിയെ ഇരിക്കും. ചാകാത്തതോ ഗോതമ്പ് മണിയുടെ പുറത്തുള്ള തവിട് പോലും ചീത്തയാകാതിരിക്കാൻ അതിന്റെ പുറത്ത് പുതിയ കവറിട്ട്, അതിന്റെ പുറത്ത് പുതിയ കവറിട്ട്, അതിന്റെ പുറത്ത് പുതിയ കവറിട്ട്, ഇനി ആരെങ്കിലും തുന്നിത്തരുമോ എന്ന് ചോദിച്ച് ഈ മണി എന്ന് ഒരുപാട് അകത്തായി. ഹൃദയത്തിനകത്ത് എത്ര കവറിങ്. ആദ്യം കാണുമ്പോൾ വലിയ ആദ്യ സ്ലീവത്തിന്റെ അന്ന് ഓപ്പൺ ആയിരുന്നു. ഇതാ ഞാൻ വെട്ടിപ്പൊളിച്ച് കാണിക്കുന്നു കർത്താവേ, അടിയണിതാ ഉടനെ കേറിക്കോണേ, ഞാൻ ഈയോടൊപ്പം ഞാൻ പറയുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോഴേ അപ്പനെ അടക്കാൻ പോണം. 4-ാമത്തെ ദിവസം ഒരുത്തം പറയുകയാണ്, പിന്നെ എനിക്ക് കല്യാണ പ്രായമായിരുന്നു. അടുത്ത് പറഞ്ഞാൽ എനിക്ക് കർത്താവ് നീ അനുഗ്രഹിച്ചിട്ട് എനിക്ക് 5 സെന്റ് വസ്തു കിട്ടി, അങ്ങോട്ട് പോകണം. കർത്താവ് അനുഗ്രഹിച്ചത് അതൊക്കെ ഇവിടെ വാഴുന്നതിനുണ്ട്. നമ്മളെല്ലാം കർത്താവിന്റെ അക്കൗണ്ടിൽ അങ്ങോട്ട് പോകും. എല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവേ ഈ സുന്ദരിയായ ഭാര്യയെ നീ എനിക്ക് തന്നതിനായി നന്ദി. പിന്നെ കിടന്ന് നിലവിളിയും ഒപ്പാരും കരച്ചിലുമായിരിക്കും ആ കുടുംബജീവിതം നേരെ പോകാൻ. ഹല്ലേലൂയ. ആമേൻ. പണം കിട്ടിയവനും ലോൺ പാസ്സായവനും അതും ഇതുമൊക്കെ പറഞ്ഞെല്ലാം ദൈവം ഇതിന്റെ കൃപയാണ്. ഈ ഭൂമിയിൽ വാഴുവാൻ പലപ്പോഴും നമ്മൾ കർത്താവിനെ മാറ്റി വെക്കുന്ന ഇടത്താണ് നമ്മൾ പരാജയം. കർത്താവ് ഉള്ളവൻ അതത് സമയത്ത് അതുപോലെ നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇവിടെ ക്രിസ്തുവിന്റെ കൃപയാൽ ക്രിസ്തു നമുക്ക് വെച്ചിരിക്കുന്ന നന്മകളെ അവകാശമാക്കാതെ പോകരുത്. നാം വാഴുന്നവരായിരിപ്പിൻ. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ കൊടുപ്പാനുണ്ടാകും. പലരും പറയാണ് കർത്താവ് ദരിദ്രനായിരുന്നു, ഞാനും ദരിദ്രനാണ്. അപ്പൊ കർത്താവ് പിന്നെ ശിഷ്യന്മാരോട് കൊടുപ്പിക്കുന്നു, പുള്ളി ഒന്നും അനക്കുന്നില്ല, ശൂന്യമാണ്. വേറെ ചിലർ പഠിപ്പിലുണ്ട്, കഷ്ടം സഹിപ്പാനുള്ള വരത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കർത്താവ് സഹിച്ച കഷ്ടങ്ങൾ കൂടി ഏത് സഹിച്ചു. എന്നാൽ പിന്നെ ഈ നെൽമണി, ഈ ഗോതമ്പൊടി കർത്താവ് ഉണ്ടാക്കി തരേണ്ട ആവശ്യം തോന്നുന്നു. കോഴി കൊടുക്കാറുണ്ട്, പ്രാവിന് തിന്നാൻ വേണ്ടി മാത്രം. ഹലോ, വേണം ഈ നെൽമണിയൊക്കെ. പിന്നെ നെൽമണി കൂടുതൽ അടിച്ചോണ്ടാണ് പ്രാവിന് കൊടുക്കാനാണ്. തത്ത പയർ തിന്നാണ്ടുണ്ടാകുന്നത്, പയർ തിന്നാണ്ടുണ്ട്. അതിശയിച്ചു. ഇത്ര നന്നായിട്ട് പൊളിച്ചെടുക്കാൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട ഒരു മെഷീനില്ല. മണി മാത്രം നേരെ കണ്ടു കഴിഞ്ഞാൽ പയർ അങ്ങനെ ഇരിക്കണമെന്നുണ്ട്, മാത്രം ഒരു ചെറിയ പുറത്തിട്ട് അകത്തൊന്നും വരുന്നത്. ഈ മനുഷ്യ, നിനക്ക് അതിനേക്കാൾ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അതിലേക്ക്, അത് അങ്ങനെ തന്ന ഉടയവനിലേക്ക് നോക്കാൻ. ഹേ ഗോതമ്പ് മണിയെ, നീ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നൊന്ന് നിലത്ത് വീഴണം. നീ മണ്ണിലേക്കൊന്ന് ഇറങ്ങി വരണം. ആ വിണ്ണിലുള്ള താരങ്ങൾ ഇതാ ഇറങ്ങി ഒരു സ്റ്റേജിൽ നിൽക്കും. താരങ്ങളെന്ന് അവരെ പറയുന്നു. എന്തൊക്കെ പേരെന്ന് പറയാം. ആരാധ. ഒരു കാലത്ത് വരെ ഇപ്പൊ ഈയിടയ്ക്ക് അത് ആർക്കോ ബോധം ഉണ്ടായി, അതൊക്കെ നിർത്തി. ആരാധ്യനായ മേയർ എന്ന് പറയുമായിരുന്നുള്ളൂ, നിർത്തി. ജഡ്ജി വിളിക്കുന്ന ഇംഗ്ലീഷുകാരന്റെ ഒരു വാക്കുണ്ട്, ലോർഡ് എന്നല്ലേ വിളിക്കും. ലോർഡ് മൗണ്ട് ബാറ്റൺ പ്രഭു, ലോർഡ് വെല്ലസ്ലി. പഠിച്ചിട്ടില്ലേ മക്കളെ നിങ്ങൾ? ഇന്നെനിക്ക് ലജ്ജ തോന്നുന്നു, സത്യം. ജഡ്ജിമാരൊക്കെ ലോഡെന്ന് വിളിക്കും. ഇവനാര്? നമ്മള് കർത്താവിനെ പോലും നേരെ ഇതൊരു ലോഡ് എല്ലാവരുണ്ടോ കൂടെ? എന്നാ ഇന്നൊന്ന് വിളിക്കുക, ഐ ലവ് യു ലോർഡ്, യേശുവേ, ഹൃദയം കൊണ്ട് വിളിക്കുക. വെള്ളസ്ലിയൊക്കെ വിളിക്കണ്ട, എഴുതി വെച്ച് വെള്ളസ്ലി ലോർഡ്. അങ്ങനെയുണ്ടോ? ഹോളിനസ്. വേറെ ആളിപ്പോ വൃക്ക ശരിയായി എഴുന്നേറ്റ് വരെയുള്ളൂ. ദൈവങ്ങളെ, നമ്മളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ ഒന്ന് തിരിച്ചറിയുക. എന്നിട്ട് കർത്താവ് പറഞ്ഞു, തേജസ്കരിക്കപ്പെടുവാൻ സമയമായി. ഞാൻ തേജസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് വലിയൊരു സന്ദേശം ഈ ദൂത് കിട്ടിയ ഭാഗ്യമുണ്ടായ 2 പേരാണ്. ആരാണ്? അന്ത്രേസ്. അതിന് കാരണക്കാരായ യവനന്മാർ ഇപ്പോഴും പുറത്തേക്ക്. മനസ്സിലായി? ഇവരാണ് ഈ വക്കാലത്തോണ്ട് കൊടുത്തത്. ഈ വക്കാലം എനിക്ക് തോന്നുന്നു എന്റെ ഇന്ത്യയാണ് ഒരു അല്പസമയത്തേക്ക് ഈ ഫിലിപ്പോസും അന്ത്രയോസും ഇവർ തമ്മിൽ കൂട്ടുണ്ട്. ഇത് കാരണം ഇവർ അങ്ങനെ അടുത്ത് പോകാതെ കറങ്ങി നടന്ന ടീമായി. യേശുവിന്റെ അടുക്കല് കറങ്ങി നടക്കാതെ അടുത്ത് പോകാതെ ഇച്ചിരിയൊക്കെ കറങ്ങി നടന്ന് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വക്കാലത്തിൽ ചെന്ന് നിന്നെ കാത്തിരിക്കും, ഇങ്ങോട്ട് പാടാൻ. അല്ല, ഞങ്ങളെ കർത്താവിന്റെ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു പേര് വരുമല്ലോ. ഞാൻ ഇന്നലെ 3 പേരോട് സുവിശേഷം പറഞ്ഞില്ല. അതിലൊരാൾ താല്പര്യമുണ്ടെന്ന് ഉടനെ ഞാൻ വിചിമ്പ്രതനായി. പേര് പറയൂ. കുമാരദാസ്, 38 വയസ്സ്. അതുപോലും പറയുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടാണ് നിങ്ങളൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ചത്തില്ലെന്ന് പറഞ്ഞെങ്കിലും മനസ്സിലാവും. നിലത്ത് വീടില്ലേ, നിലത്തിറങ്ങിയില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതൊക്കെ അത് മനസ്സിലായി. അത് ലൈവായിട്ടാണ് കർത്താവിനെ അങ്ങോട്ട് നമ്മൾ വിചാരിക്കും പോലെ, ഞാൻ പറയും പോലെ അത്ര മോളെ മോനെ മകനെ ഇങ്ങനൊന്നും കർത്താവിന് ലൈവ് അടിയാണ്. മോളെ മോനെ മോളെ മോനെ ഇങ്ങനെ സ്വയം പുകഴരുത് പാസ്റ്റർ, ഞങ്ങളെ യേശു പറയുന്ന കാര്യം കേട്ടോ. ഇവന്മാര് 2 ദിവസം മുങ്ങിയാണ്, എന്റെ ഭക്ഷണം കേട്ടോ മുങ്ങി നടക്കുക. കർത്താവ് യവനന്മാരെടുത്ത് തന്നെ താല്പര്യമുണ്ടെന്നൊരു കാര്യം ആലോചിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നവര് കള്ളാടിച്ച് നടക്കുന്നവർ പോലെ പോവാ പിടിച്ചിരുത്തിട്ട് പറഞ്ഞു നിലത്ത് വേണം. ഹല്ലേലൂയാ. ഈ നിലത്ത് വീഴണം. നിലത്ത് വീണാ പോരാ, ചാകണം. ഞാൻ വേണമെങ്കിൽ വ്യാജ നിലത്ത് വീടലൊക്കെ ഞാൻ നടത്താം. അടിയനിതാ ദേവാ. ഞാൻ പ്രീ-KG ഇവരെ കൊണ്ട് സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പോയപ്പോൾ അവിടെ ഈ കൊണ്ട് പോകുന്നിടത്ത് എല്ലാം കൂടെ കൂട്ടക്കരച്ച്, കൊച്ചുകുട്ടികളാണ്. കൂട്ടക്കരച്ചിലെന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവനും ഭയങ്കര കരച്ചു, ഇവൻ നല്ല രാജാവിനെ പോലെ പോവാണ്. സ്കൂളായിട്ട് കയറിയൊക്കെ അവിടെ ഇരുന്നു. ഞാനിപ്പുറം നോക്കുമ്പോൾ ഒരു കൊച്ചു വലിയ ഇവനെ കളിച്ചിട്ട് വെയിറ്റൊക്കെ ഉണ്ട്. അവിടെ LKG പ്രീ-KG. അമ്മ പോയതിന്റെ സങ്കടം, പിടിച്ചിരുത്തിയതിന്റെ സങ്കടം. ഹല്ലേലൂയ. കുറച്ചേരം ആസ്വദിച്ചത്. ഇതുപോലെയുള്ള വ്യാജ ചേമ്പലൊന്നും വേണ്ട. വേഷം കെട്ടിക്കൊണ്ടാണ് കർത്താവിന്റെ അടുക്കൽ പോകണമെങ്കിൽ ലൈവായിട്ടൊക്കെ പറയും. ഈ വാക്കൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ കർത്താവിൽ നിന്നൊരു പ്രശംസ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓടിച്ചെന്നത്. നിങ്ങൾ ഇവരും വരണ്ടോ പറഞ്ഞോ, അവരെ ഒരുക്കിയോ, യോഗ ഒരുക്കിയോ, ഇതൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് നിലത്ത് പോയി ചാകണം. എന്നാലേ നീയൊക്കെ നന്നാവും. എന്നാലേ നിന്റെ മേൽ മുളപൊട്ടു. ഇങ്ങനെ ഇരിക്കാൻ പോരാ, നിലത്ത് വീഴണം. പറ്റോ എന്ന് വീഴും. നാളെ ആവട്ടെ. എന്ന് വീഴും. ഹല്ലേലൂയ. ഇനി ആ വാക്യം വായിച്ചട്ടെ. അതെങ്ങനെ തന്നെ ഇരിക്കും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലായി. ഇന്ന് സഭയോട് പറയണമെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട കാലത്രയായി വേഗത്തിൽ പറ. ശ്രീ പറ 7 വർഷം. ഓക്കെ, 12 വർഷമാകുമ്പോൾ അവർക്ക് മുമ്പേ 8-9 വർഷങ്ങളുണ്ട്. ഓക്കെ, ഹലോ, എത്ര വർഷമായി ഓർമ്മയില്ല, അത്ര കാലങ്ങളായി. കർത്താവ് സഭയോട് പറയാണ്, നീ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പിരുന്നില്ലേ അങ്ങനെ ഇരിക്കുന്നെന്ന്. അപ്പികളെ അങ്ങനെ ഇരിക്കുന്നെന്ന് ഇത് പറഞ്ഞത് സാക്ഷാൽ ഉടയവൻ. നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്ന ദൈവം പറയാണ്, നിലത്ത് വീഴാൻ പോലും നിനക്ക് മടിയാണ്. മണ്ണിന്റെ മണം നിന്റെ മേൽ തൊടാൻ മടിയാണ്. മാനസാന്തരത്തിന്റെ ഒരു വീഴ്ച നിന്റെ മേൽ വേണം. നീ മരിച്ചവനെ പോലെ ആകണം. ഇവിടെ പറയുന്നുണ്ട്. അത് പിന്നെയും കുറച്ചുകൂടെ ആലങ്കാരികമായിട്ട് ചാകണം. ചാകാൻ പറയുന്നത് കർത്താവ്, എനിക്ക് വേണ്ട കർത്താവ്, ഞാൻ ജീവിക്കാറല്ലേ വന്നു. ഇപ്പൊ 2007 രക്ഷിക്കപ്പെട്ട എന്നോട് പറയുകയാണ്, നീ അതുപോലെ ഇരുന്നാൽ 6 വർഷത്തിന് മുമ്പുള്ള അതേ, 10 വർഷത്തിന് മുമ്പേയുള്ള അതേ, 16 വർഷങ്ങൾക്ക് മുമ്പേയുള്ള അതേ, യേശുവിനെ അറിയുന്നതിന് മുമ്പ് അതേയുള്ള ഭാവം ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ നീ വീണിട്ടില്ല, ദൈവസന്നിധിയിൽ വീണിട്ടില്ല. കർത്താവിന്റെ സന്നിധിയിൽ നിലത്ത് വീഴുമ്പോ മണമടിക്കും. അപ്പോൾ പതുക്കെ പുറന്തോടുകൾ പൊട്ടാൻ തുടങ്ങും. നിലത്ത് വീണില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇതിന് കുറച്ച് കള്ളത്തരം കാണിച്ചോണ്ട് അതിന്റെ ശിക്ഷ കൊടുക്കും. വേണ്ടായിരുന്നു തോന്നും. പക്ഷെ ഇത് നിശ്ചയിച്ച ദൈവം ആയതുകൊണ്ട് നമ്മൾ വന്നിരുന്നു. ഹല്ലേലൂയ. എനിക്കിപ്പോ എന്റെ അപ്പനാണ് പേരിട്ടെങ്കിലും ആ പേരിന്റെ മേൽ വീഴണമെന്ന് ദൈവത്തിന് അറിയാം. യാക്കോബിന്റെ പേര് വീണില്ല. ഇസാഖിന്റെ പേര് ആരും ഇട്ട് കൊടുത്തു? ദൈവം തന്നെ ഇസാഖിന്റെ പേരിട്ടു. യാക്കോബിന്റെ ഇശാവിന്റെയും പേര് അങ്ങനെ ഇട്ടതായിട്ട് പറയുന്നില്ല. പിന്നീട് യാക്കോബിന് ദൈവം പേര് നല്ല പ്രബോധനമായിരുന്നു. കയറി വാ, ഇന്നലെ ഇച്ചിരി ഇരുന്നിട്ടുണ്ടാവും, അല്ല വീണിട്ടുണ്ടാവും. ചാകാൻ തുടങ്ങിയ മുളയ്ക്കാൻ തുടങ്ങി. കരമ്പഴത്തിന് മഹത്വം കൊടുത്താണ്. വീണില്ല, ഇന്നലെ ചത്തില്ല. അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നീ എന്തില്ല? ആ പഴയ 7 വർഷങ്ങൾക്ക് മുമ്പേ ഇരുന്ന അതേ അവസ്ഥയിൽ മാറാൻ വലിയ പാടല്ലേ. മൊത്തം ഇറങ്ങി വരണം. അല്ലെങ്കിൽ അനന്തിരിയാനും മാറാനും ഒക്കെ പറയുമ്പോൾ പറഞ്ഞ് ഞാൻ എന്റെ കാര്യം ദൈവം വചനം പറയുന്നു. ആ വാക്കുകൾ അനന്ത് ശ്രദ്ധിക്കും നിങ്ങൾ. ഇതേ കാര്യം കൊരിന്ത്യ പുസ്തകത്തില് പൗലോസ് അപ്പോസ്തലൻ അങ്ങ് അലക്കുന്നു. അപ്പൊ നമുക്ക് തോന്നേ ഭയങ്കര വെളിപ്പാടുള്ളല്ലേ അദ്ദേഹം പറഞ്ഞു. ഇതിനകത്തുള്ളതാ എടുത്തങ്ങോട്ട് 4 സുവിശേഷത്തിലില്ലാത്തതായിട്ട് പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല. ഇല്ല, സഭയെ കുറിച്ച് അതൊക്കെ ഇതിനകത്തുണ്ട്. എന്റെ സഭയെ നിന്റെ പാതാള ഗോപുരങ്ങൾ ആരാണെന്ന് കുറച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. കർത്താവായിട്ടൊന്ന് പറ്റിയിരുന്ന് കഴിഞ്ഞാൽ എളുപ്പം വീഴണം. നിലത്ത് എന്ത് ചെയ്യണം? അല്ലാതെ എനിക്ക് കാൽമുട്ട് വേദനയുണ്ട്, ഞാൻ കട്ടിലേൽ വീഴാം. നീ നിലത്ത് വീഴണം. അതിനാഴെ മനസ്സിലായോ?
യേശു നിലത്തിരുന്നു. യേശു കുനിഞ്ഞ് നിലത്ത് ഇരുന്നവരുടെ കാലുകൾ കഴുകി. നമുക്ക് താല്പര്യമില്ലേ സഹോദരൻ? ഹലോ, എല്ലാവരും ഉണ്ടോ കൂടെ? എന്നാന്ന് വായിച്ചാട്ടെ. അജീഷ് വായിക്കാം ആ വാക്യം. ഹൃദയത്തിൽ കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആ, അപ്പൊ ഇതിനകത്ത് വന്ന ഗോതമ്പ് മണികൾ ആരൊക്കെയായിരുന്നു? ഫിലിപ്പോസും അന്ത്രയാസും. 2 ഗോതമ്പ് മണികളാണ് വരുന്നത്. കർത്താവിന് അവർ നോക്കുമ്പോൾ 2 ഗോതമ്പ് മണി അപ്പമാകേണ്ടവർ, ദുർക്കപ്പെടേണ്ടവരാണ് ഈ വരുന്നത്. പക്ഷെ ഇന്നേ വരെ പുറന്തോട് പൊട്ടി അത് ആ മാവ് പുറത്ത് വന്നിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പമായി മുറിക്കപ്പെടേണ്ടവളാണ്. പുറന്തോട് കൂട്ടി കൂട്ടി തട്ടിക്കൂട്ടി വെച്ചോ. ഹലോ മോളെ, ഇത്ര സ്നേഹത്തോടെ ഇതിനവളെ നോക്കി വിളിച്ചതാണ്, രൂക്ഷമായി വിളിച്ചതാണ്. അതെ, പുറന്തോട് പൊട്ടിയിലേക്കുണ്ടോ? അവിടെ വാക്യം ചേച്ചിക്കുണ്ടോ? നിലത്ത് വീണു. വചനത്തിന്റെ മുമ്പാകെ വീഴാൻ മനസ്സുണ്ടോ? പ്രാർത്ഥിക്കുന്നവരോടും ദൈവത്തെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരോടും ദൈവസഭയിൽ അംഗമായവരോടും ദൈവത്തിന്റെ മണവാട്ടി സഭയായിരിക്കുന്നവരോടും പറയുന്നു, മണവാളന്റെ മുമ്പിൽ മണവാട്ടി വീഴണം. ഞാൻ ഒരിക്കലും ഒരു പെണ്ണ് കാണാൻ പോയപ്പോ ഇവിടെ അല്ല, വേറെ സ്ഥലം, ആ പെൺകുട്ടി ചായ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഞാനവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതിലൊരു വിനയവുമില്ല, ഒരു നമ്രശിരസ്കയോ ഒരു സാവധാനതയോ, വന്നിരിക്കുന്ന പുരുഷന്റെ മുമ്പാകെ ഒരു ഭയമോ ഇങ്ങനെയോ വരാത്തത് കൊണ്ട് ഞാൻ റിജക്ട് ചെയ്തു. സത്യം. അപ്പൊ തന്നെ നമ്മളതിന് മാർക്ക് കിട്ടും. ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. ഇത് വീട്ടിൽ വന്ന അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കത്തില്ല. കർത്താവ് വലിയവനായിട്ട് കർത്താവിന്റെ മുമ്പാകെ ഒന്ന് താഴെ മനസ്സുണ്ടേ. നമ്മൾ ഇതല്ലേ ഭാവം ദൈവത്തിന് മുമ്പിൽ പോണേ. ഇന്നലെ മൊത്തം പ്രാർത്ഥിച്ചതെല്ലാം തിങ്ങി ഞെരുങ്ങിയിരിക്കുവാണ്. ഇത് ആർക്ക് കൊടുക്കും? കർത്താവിന് തന്നെ ഇട്ടു. സുവിശേഷം പറയാൻ കർത്താവിന് തന്നെ കൊടുക്കാം. നമ്മുടെ ഭാവമൊക്കെ ഇതാണ്. ഇല്ലോളം ആത്മാവിന്റെ ഒരു സാന്നിധ്യം കിട്ടിയാൽ മതി. പിന്നെ ഇതായി ഒരാഴ്ച ഇടപെട്ടില്ലെങ്കിൽ ഒരു സ്വപ്നം എൻ്റെ കൂടെ ഇപ്പോഴും ദൈവം. അന്യഭാഷയൊക്കെ പറയുമ്പോൾ കേൾക്കണേ, അത് പോയിട്ടില്ല കേട്ടോ. അന്യഭാഷ ഇപ്പോഴും ഒഴുകുന്നത് കൊണ്ട് ഇന്നലെ ചെയ്ത പാവം കണക്കിട്ടിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ല. ചിലർക്ക് വാവെടുക്കുന്നത് പോലെയാണ് ഈ കർത്തൃമേശ എടുക്കുന്നത്. അങ്ങനെ ചില ജീവികൾക്ക് വാവെടുക്കുന്നത് പിന്നെ വാവ് കഴിയുമ്പോൾ നമ്മളിവിടെ കാണി എല്ലാ ദിവസവും കർത്തൃമേശ ഉണ്ടായിരുന്നെങ്കിൽ എന്തും വാവായാലും. അതുകൊണ്ട് ചില സഭയിൽ 3 മാസം കൊടുക്കുമ്പോഴും 3 മാസം പിന്നെ ആരുടെ ശല്യം? കർത്താവിന്റെ ശല്യവും ഇല്ല, കർത്താവിന്റെ മേശയുടെ ശല്യം ഇല്ല. കർത്താവിന് കൊണ്ടോ നിലത്ത് വീണ് ചാകണം. ആ വാക്യം വായിച്ചേ. ആ, ചാവൂലെന്ന് ഉറപ്പാണ്. എന്താണ്? ചത്തു എങ്കിലോ. നിങ്ങളതിൽ ഓരോരോ പദങ്ങളെടുത്ത് നോക്ക്. അപ്പം പറഞ്ഞ വാക്കുകളെടുത്ത് നോക്ക്. ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നം. നമ്മളിങ്ങനെ ചെവിയിലോർക്കും, മക്കളെ, കുട്ടാ, എടാ തമ്പി, എടാ മകനേ എന്നൊക്കെ പറഞ്ഞ്, മഹകേ എന്നൊക്കെ പറയുമ്പോ എന്റെ മുമ്പ് വെച്ച് വെട്ടിയില്ലെങ്കിലും പുറത്തുപോയി വെട്ടടാ. ഇഷ്ടപ്പെടുകയല്ല. ഇവിടെ 3 വാക്ക് നിങ്ങൾ എടുത്താൽ മതി. ഒന്ന്, നീ എന്ത് ചെയ്യണം? നിലത്ത് വീഴും. നാളെ എന്നുള്ളത് നാളെ വീഴാന്ന് ആരും പറയണ്ട. നീ സഭയ്ക്ക് കൊള്ളുകയല്ല. തുറന്നു പറയുക. ഇന്നാണോ ദൈവം നിന്നോട് സംസാരിച്ചത് എങ്കിൽ ഇന്ന് പോയിട്ട് നീ നാളെ വായെന്ന് ദൈവത്തോടെ എങ്ങനെ പറയും? എന്നോട് പറഞ്ഞോ, തമ്മിൽ പറഞ്ഞോ, നീ ഇന്ന് പോയിട്ട് നാളെ വാടക എന്ന് ദൈവത്തോട് പറയാൻ പറ്റുമോ? അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. വീണ്ടും പറയുന്നു, ഇന്ന് മുതൽ നന്നായി. ഇന്നലെ നന്നാവും മനസ്സിലാത്ത ചിലക്കാർ ഇന്ന് മുതൽ ഞാൻ നന്നാവും. നിങ്ങൾ നേരത്തെ തലയായിട്ടില്ലേ? ഇന്ന് നന്നാവും. ഇന്നലെ നിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഇങ്ങനെ പിടിക്കപ്പെടുന്ന വിചാരിച്ചില്ലല്ലോ. രക്ഷിക്കപ്പെട്ട നാളത്രയായി. ഇന്നലകൾ ഇല്ലായിരുന്നു. നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നലകളിൽ മനം തിരിയാത്ത പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഇന്ന് ദൈവം ഇടപെട്ടെങ്കിൽ ഇന്നിപ്പം ഞാൻ മാനസാന്തരപ്പെടും, ഞാൻ നിലത്ത് വീഴുമെന്ന് പറഞ്ഞത് യാചനം. അവനോടാണ് പറഞ്ഞേ, വീഴണം, ചാകണം. അടുത്തെന്ത് പറഞ്ഞു? ചത്തു എങ്കിലോ. അതിന്റെ അർത്ഥം ചാകാതിരിക്കാൻ ചാൻസ് ഉണ്ട്. നിലത്ത് വീണതുപോലെ ഭാവിക്കും, ചത്തതുപോലെ കിടക്കും. മനസ്സിലായവർക്ക് ഒരു മഹത്വം കൊടുക്കാൻ ചില ചത്തതുപോലെ കിടക്കും. ഒരുമാതിരിപ്പെട്ട കുത്തൊന്നും ഏക്കാത്തതുപോലെ കിടക്കും. വിളിച്ച് നമ്മൾ ഉറക്കം നടിച്ച് കിടക്കുന്നുണ്ടോ? ഇതാണ് ചത്തതുപോലെ കിടക്കുന്നത്. അവനെ നോക്കിയിട്ട് പറഞ്ഞു, ചത്തുവെങ്കിലോ. എന്നാൽ വിളയും. ചത്തതുപോലെ അഭിനയിച്ചാൽ നീ വിളയില്ല, വളയുകയില്ല. കാര്യം പോലെ ഇരിക്കില്ല. പൊളിച്ചിട്ടില്ലല്ലോ. നമ്മൾ കണ്ട സമസ്ത ആ ഒരു പാട്ടുണ്ടല്ലോ, പണ്ട് കണ്ട ജയചേട്ടൻ പാട്ട് പാടി. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു
എന്റെ രോഗവും എന്റെ സൗഖ്യവും നീ എനിക്ക് തന്നതും ഇതടങ്ങില്ല. ആ പാട്ട് പാടി പൊടിയുന്നിട്ട് ചാകുക എന്നുള്ളതിന്റെ ആഴം മനസ്സിലാക്കും. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ 3 വാക്കുകൾ. 1, നിലത്ത് വീഴണം. 2, നീ ചാകണം. 3, ചത്തുവെങ്കിലോ. കാരണം നിലത്ത് വീണെന്ന് ഭാവിച്ചാലും ചത്തു എന്നതുപോലെ കിടന്നാലും കർത്താവ് കുത്തി നോക്കിയിട്ട് പറയും, ചത്തോ നീ? ഇല്ലപ്പാ, ചത്തു. ഹല്ലേലൂയ. എനിക്ക് ഒരു ആരാധനയോട് കൂടാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ ചാകാം. എനിക്കൊരു പരീക്ഷ കൂടി എഴുതാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ചാകും. ഇപ്പൊ ചാകാൻ പറഞ്ഞത് വ്യാജമല്ലേ? നാളെ എന്ന് പറയുന്നത് വ്യാജമല്ലേ? അല്ലേ? ഒരു രക്ഷയില്ല ഈ വചനത്തിന് മുമ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് നീക്കുപോക്കില്ലാത്ത വചനം. ഈ വചനം എല്ലാം സംസാരിക്കപ്പെടുന്നത് ഹൃദയം കൊണ്ടാണ്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം ആർക്ക് വെളിപ്പെട്ട് കിട്ടും? ദൈവത്തെ ആരാഞ്ഞറിയുന്നവന് കിട്ടും. അവൻ ദൈവത്തെ ഭയപ്പെടും, അവൻ വചനത്തെ ഗ്രഹിക്കും, അവൻ ചാകേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കും, അവൻ അതിന് ആരെ തന്നെ ആശ്രയിക്കും. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിലത്ത് വീഴണം. ഹല്ലേലൂയ. അതിന് മാതൃക ആര് തന്നെ കാണിച്ചു തന്നു? യേശു തന്നെ കാണിക്കുക. നീ നിലത്ത് വീഴ്. നമ്മൾ ഈ 4 സുവിശേഷങ്ങളും പഠിച്ചപ്പോഴും തീരത്തില്ല ഒരു പുരുഷായുസ്, സ്ത്രീ ആയുസ്. പരാതി വേണ്ട. ഹല്ലേലൂയ. ഇനി വായിച്ചാട്ടെ. ആ, ഇനി ചത്തുവെങ്കിലോ. പദങ്ങൾ കണ്ടോ? ചത്തുവെങ്കിലോ. നമ്മളെ നീ നല്ല ഫലം കായ്ക്കും മക്കളെ. എടാ നീ നന്നായിട്ട് നടക്കട കുട്ടാ, കുളിച്ചോ, സോപ്പ് തേച്ചോ, നല്ല വസ്ത്രം ഇട്ടോ എന്നൊക്കെ പറയാൻ ജീവിതമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയും, കർത്താവ് ചത്താടെ നീ ചാവില്ല. യവനന്മാർ കഥയായിട്ട് അപ്പുറത്തോടെയൊക്കെ നിൽക്കും. യവനന്മാർ ലിസ്റ്റിലില്ല. ലിസ്റ്റിൽ ഫിലിപ്പോസും അന്ത്രേസും ആണെങ്കിൽ സഭയോട് പറയുന്നു, നിലത്ത് വീഴണം സഭയെ. ദൈവത്തിന്റെ സന്നിധിയിൽ വീഴുവാനുള്ള ഹൃദയം ഉണ്ടാകണം. കേൾക്കുന്ന വചനത്തെ പാകൊട്ടി കോപ്പളമാക്കിയിട്ടൊന്ന് നടക്കരുത്. ചിറി കോണിപ്പൂ. പരിഹസിക്കരുത്, വചനത്തെ പരിഹസിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഒരുപാട് അപാദങ്ങളൊക്കെ കേട്ടേക്കും. യേശു കേട്ടു. നിങ്ങളും നേരാമണ്ണം ചത്ത അപാദം കേൾക്കും. ഓ ചത്തതുപോലെ കിടക്കണുണ്ടില്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ചത്തു കിടക്കാണ്ട് പ്രതികരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലായി. ഇപ്പൊ ചത്തുവെങ്കിലോ നീ എന്ത് ചെയ്യും? അജേഷ് വാക്യം. ഇന്ന് ചാകണം. ഇന്ന് നിലത്ത് വീണ് ചാകണം. പ്രസംഗം പഠിപ്പിക്കുന്നുണ്ടോ? ചാകണമെന്ന് പഠിപ്പിക്കും. അപ്പൊ ഇതൊരു ഒരു സാധാരണ അനുഗ്രഹം തേടി വരുന്നവരുടെ രോഗി വന്നിരിക്കുകയാണ്. ഒരു വയറുവേദനയായിട്ട് ഒരാൾ അടുത്താണ് നമ്മളിത് പറഞ്ഞാൽ അയാളോട് കേസ് കൊടുക്കും, മാനഹാനി കേസ് കൊടുക്കും. പക്ഷെ കർത്താവിന് ഇങ്ങനെ പറയാൻ മനസ്സിലായ ആ തളർവാദ രോഗിയുടെ വല്ലതും പറഞ്ഞു, കുഷ്ഠരോഗിയുടെ വല്ലതും പറഞ്ഞാൽ അഭ്യാസം കാണിച്ചവരെല്ലാം വെറുതെ വിട്ടുണ്ടാക്കാം. ചാട്ട വചനം തന്നെ. നമുക്ക് തോന്നും ആലയത്തിനകത്ത് വെച്ചാണ് ചാടി. ഇല്ലെന്നേ, കൂടെ എടുത്ത് അടിക്കുമായിരുന്നു. കള്ളടിച്ച് നടന്ന അന്ത്രേസിനും ഫിലിപ്പോസിനും കിട്ടി 2 അടി കിടക്കാൻ. ഈ യോഗത്തിന് മീറ്റിങ്ങിലൊക്കെ ഒരാഴ്ച. അപ്പൊ ഒന്ന് നീ പറയൂ, 1 നിലത്ത് വീഴണം, 2 ചാകണം. എന്നിട്ട് പറയാം, അവിടെ അടുത്താണ് ഒരു രസം. ചാകാം, ചാകാതിരിക്കാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ചത്തുവെങ്കിലോ നീ ഫലം കായ്ക്കും, വളരെ ഫലം കായ്ക്കും. അടുത്ത വാക്യം. ആ, അപ്പൊ ഈ നമ്മൾ ചാകുമ്പോ നമ്മൾ വീഴുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? പതുക്കെ നൈസായിട്ട്. ഞാൻ എന്താ വീഴാൻ പോവാണ്. ഇല്ലെങ്കിൽ കുറച്ച് ഓരെങ്കിലും വരില്ലേ വീഴാൻ. ഇങ്ങനെയാണ് നമ്മളിവിടെ വീഴുന്നത്. നമ്മൾ കൈകുത്തി കാലുകുത്തിയൊക്കെ വീഴും. പാടെ വീഴുന്ന പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഹൃദയത്തിനകത്ത് വേറെ ഒരു തടയപ്പെടലുമില്ലാതെ ദൈവത്തെ അങ്ങനെ തന്നെ വിശ്വസിപ്പിൻ. ദൈവവചനം അങ്ങനെ തന്നെ കൈക്കൊള്ളുവിൻ. ആമേൻ. ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞ് താങ്ങോട്ടൊക്കെ വരുമ്പോ മാറി നിൽക്കെന്ന് പറയാൻ കഴിയും. വേണ്ട, ഈ വചനത്തിന്റെ മുമ്പാകെ അല്ലയോ ഞാൻ താഴ്ന്നത്, മനുഷ്യരുടെ മുമ്പാകെയല്ല, ഞാൻ ദൈവവചനത്തിന്റെ മുമ്പാകെ എന്നെ താൻ താഴ്ത്തുന്നു. അടുത്ത വാക്യം. ഇനി അടുത്ത പറഞ്ഞു. ഇതുപോലും യൗവനക്കാരെ കാണിക്കാൻ വന്നവരെ വിളിച്ചെടുത്തി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം കണ്ടു പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവനെ കണ്ടെത്താൻ ശ്രമിച്ചാൽ. അപ്പൊ അതിന്റെ മർമ്മം എന്തെന്നറിയും? ചാകാത്തതിന്റെ കാരണം ജീവന് വേണ്ടിയിട്ടുള്ള മൽപ്പിടുത്തമാണ്. ഏത് ജീവൻ? ഇവിടെ എങ്ങനെ ജീവിക്കാമെന്നുള്ള വിഷയം. എത്ര ഗ്യാപ്പിൽ ഇവർ നിന്നെന്ന് മനസ്സിലായോ? ഇവർക്ക് ആ മർമ്മം പരിശുദ്ധാത്മാവിൽ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവം. സഭയ്ക്ക് വെളിപ്പെടുത്തി തരിക. ഇപ്പൊ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിലത്ത് വീഴണമെന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. ചാകണമെന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. ഭയങ്കര മർമ്മമായിരുന്നു. അടുത്ത് പറയാണ് ചത്തുവെങ്കിലോ, അതും കൊള്ളാം. പക്ഷെ അടുത്ത് പറയുന്നു, ഇതൊന്നും സാധിക്കാതിരിക്കുന്നതിന്റെ കാരണം നീ നിന്റെ ജീവനെ സ്നേഹിക്കുന്നു. നിന്റെ പഴയ മനുഷ്യനെ നീ വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്നു. മനം തിരിയാതെ നിന്റെ ഹൃദയത്തെ വശീകരിച്ച് വഞ്ചിച്ചു വെച്ചിരിക്കുന്ന
ആ പഴയ മനുഷ്യനെ നീ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ ത്യജിച്ചു കളയുന്നു. നീ നിന്റെ പ്രാണനെ സ്നേഹിക്കുന്നു, ജീവനെ വിട്ടുകളയുന്നു. അവിടെ യേശു പറയണം, വായിച്ചു. വായിച്ചോ രാജേഷ്, വായിച്ചോ. അതിന് മുമ്പുള്ളത് കൂടി ചേർത്ത് വായിക്കും. അതിനെ കളയും. അപ്പൊ നമ്മള് ജീവനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ചെയ്യുന്ന പല പരിപാടികൾ എന്തായിത്തീരും? നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഓട്ടം പറയാൻ പേടിയാണ്. നിങ്ങൾ കർത്താവിനെ കൂടാതെ ഓടിയാൽ നിങ്ങൾ വീഴും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ഭയന്ന് ഞാൻ പറയാതിരിക്കുകയും വേണ്ട. ഞാൻ പറയുന്ന ഉപദേശം ഇതാണ്: ഈ ജോലിക്ക് വയ്ക്കോ, ആരൂടെ വേണം? നീ പഠിക്ക്, ആരൂടെ വേണം? നീ വലിയ പദവിയിലെത്ത്, കർത്താവ് കൂടെ വേണം. നീ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, അതിന് വില കൊടുക്ക്. അപ്പൊ നിനക്കൊന്നും നഷ്ടമാവത്തില്ല. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ആന്തിക്കൊണ്ട് പോകാൻ പലരും അവിടെ നിൽപ്പുണ്ടാവും. ദുഷ്ടൻ ഒരുക്കി വെച്ചിരിക്കുന്ന കാവൽക്കാർ നിൽക്കും. അവർ കവർന്നെടുക്കാതിരിപ്പാൻ നീ ഇപ്പോൾ മനം തിരിഞ്ഞുകൊള്ളുവൻ. ദൈവത്തിന്റെ കൂടാരത്തിൽ പറ്റിച്ചേർന്ന് കിടപ്പിൻ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അന്നും ജോലിയുടെ കാര്യം പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? നീ നശിക്കുന്ന ഒരു ജോലിയിൽ പെട്ടുപോരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന ഒന്ന് വരരുത്. അതിന്റെ പ്രാർത്ഥനയാണ് എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നത്. നീ കളക്ടറാവരുതെന്ന് കളക്ടർമാരോട് സുവിശേഷം പറഞ്ഞൂടെ? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൂടുതൽ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അതൊരു അവസരങ്ങളല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ചെല്ലുന്ന ഭവനങ്ങളിൽ, പോകുന്ന ഇടങ്ങളിലൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ സുവിശേഷം പറഞ്ഞൂടെ? പറയാം. പക്ഷെ ആരുണ്ടാവണം അകത്ത്? നമ്മൾ ആരിൽ നീതീകരിക്കപ്പെട്ടിരിക്കണം, നമ്മൾ ആരിൽ ചത്തതായിരിക്കണം, ആരുടെ ഫലം പുറത്തു വരണം. ഹല്ലേലൂയ. ചാകാത്ത അവയവങ്ങളുമായി ചെല്ലരുത്. കൺമോഹം, ജഡമോഹം, കണ്ണിന്റെ മോഹങ്ങൾ അടക്കാൻ പറ്റുന്നില്ല. അവയവമോഹങ്ങൾ ആത്മാവ് ഇടപെടുന്ന ഞാൻ വിളിച്ചു പറയണം. അവയവങ്ങളോട് മോഹം, ആസക്തികൾ അടക്കാൻ പറ്റുന്നില്ല. കണ്ടാലും കൊതി തീരാത്ത അവസ്ഥകൾ. പിന്നെ എങ്ങനെ ചാകും? ചത്താപ്പിന് ഇത് കാണാൻ പറ്റുമോ? ദൈവം ഇതല്ലേ ചോദ്യം. ശരീരം ഇവിടെയും ഹൃദയം ഇങ്ങനെയുള്ള അവയവ കുതികളിൽ നടക്കും. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ വക വിഷയങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് മരിക്കാൻ പറ്റുന്നില്ല. മൂന്നാമത്തെ ഉപമയിൽ പറയുന്നു, ഈ മുള്ളുകൾ അകത്ത് കടന്നിട്ട് അവരെന്ത് ചെയ്ത് കളയും? ഞെരുക്കിക്കളയും. ഈ മുള്ളുകൾ അകത്ത് കടന്ന് ഞെരുക്കും. ഏതാ ഈ മുള്ള്? ഈ ലോകത്തിന്റെ ചിന്തകൾ അകത്ത് കിടക്കും. സൗന്ദര്യാരാധനകൾ ഉള്ള ഒരു ദിനത്തിൽ ഓപ്പോസിറ്റ് സെക്സിലെ സൗന്ദര്യത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് ആ പാപങ്ങളിൽ നിരസിച്ച് കയറാൻ പറ്റുന്നു, തിരിച്ചു വരാൻ പറ്റും. കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഹല്ലേലൂയ. ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറല്ല. അപ്പൊ നമ്മൾ ജീവനെ സ്നേഹിക്കുന്ന, ഈ ജീവൻ വസിക്കുന്ന ശരീരത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ? ജഡപ്രകാരം ജീവിക്കുന്ന ഈ ശരീരത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ? അതിനുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ തള്ളക്കോഴി പുറത്തു പോയി പുഴുവിനെ കൊണ്ടുവരുമ്പോൾ ഈ പിള്ളേർ വാതളം കണ്ടിട്ടുണ്ട്, പടത്തിനെ കണ്ടിട്ടുണ്ടാവും. ഇത്രയും വലിയ വായാണ് നമ്മൾ തോന്നുന്നത്. കുണ്ടളം പുഴുവൊക്കെ ഉണ്ടല്ലോ, വലിയ കുണ്ടളം പുഴു. കുണ്ടളം എന്ന് പറഞ്ഞാൽ വലിയ പുഴുവാണ്. വലിയ കരിച്ചി, ചെല്ലിക്കാരന ചെല്ലി, അതിന്റെ പേര് കൊമ്പൻ ചെല്ലിയുടെ കുഞ്ഞുങ്ങളാണ് ചാണകത്തിൽ വരുന്ന കുണ്ടളം. കോഴികളൊക്കെ 2 കഴിച്ചാൽ വിശാലാണ്. 5 സ്റ്റാർ ഡിന്നർ കഴിച്ചവരാണ് അവർക്ക് 2 കിട്ടിയാൽ. ഇത് പാടോട്ട് കയറ്റുമെന്നല്ല, പക്ഷെ ഭയങ്കര കൊതിയായിരുന്നു കഴിക്കാൻ. ഈ കുണ്ടളം പുഴുവിന്റെ അകത്തിരിക്കുന്ന കൊമ്പൻ ചെല്ലി കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഈ അമ്മ കിളി കൊച്ചു കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുക്കുമ്പോൾ വിസ്താരത്തിലൊക്കെ തോന്നും. ഈ പുഴുവിനെ ദഹിക്കും. നമ്മൾ ദഹിക്കും. ദൈവമക്കളെ, ആവശ്യമില്ലാത്ത പുഴു അകത്ത് ദഹിച്ചാൽ അത് ശരീരത്തിന് ഗുണമായി തീരും. അത് ശരീരത്തിൽ അന്യായമായ കൊതികളെ ഹൃദയത്തെ വശീകരിക്കും. ഞാൻ ഈ അതിശയിച്ചു. ഈ 4 ദിവസം കണ്ടിന്യൂസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞാൻ മൊബൈൽ നോക്കാനും വാർത്ത നോക്കാനും പേപ്പർ ഓടി നോക്കി. 2 ദിവസം കൊണ്ട് ദേശാഭിമാനി പത്രമാകുന്നത് എനിക്ക് അവനെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. നമ്മൾ നോക്കില്ലെന്ന് കണ്ടിട്ടായിരിക്കും ദേശാഭിമാനി, ജനീവ്, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത പത്രങ്ങളോട് തുറന്നു നോക്കിയില്ല. ഞാൻ ഇന്നലെ രാത്രി ദൈവമേ, എന്നും ഇങ്ങനെയായിരുന്നു. ഈ സാധനം പോലും അത് നോക്കണ്ടല്ലോ. നോക്കി അകത്ത് കയറുന്നതിനെ ഹല്ലേലൂയ. ഇങ്ങനെ ഒന്നൊന്നായിട്ട് നിങ്ങൾ ജയിക്കാൻ ആരംഭിച്ചത്, ഒന്നൊന്നായിട്ട് നിങ്ങളെ തകർത്തു ചെയ്യാൻ മാംസക്രോധിയുള്ള എന്തിന് പരിശോധിച്ച് നോക്കുക. ജീവന് വേണ്ടിയിട്ടാണെങ്കിൽ പൗരസപ്പോസിനെ നിലവിളിച്ചുകൊണ്ട് ചെല്ലുന്നു. എന്റെ അവയവങ്ങളുടെ മേൽ പാപത്തിന്റെ ഒരു പ്രമാണം പോരാതെ എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. ഇന്ദ്രിയ ജയം എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. നിങ്ങൾ സ്നേഹിച്ചാൽ മതി. യേശുവിനെ സ്നേഹിച്ചാൽ എവിടെ വീഴണം? വേണമെങ്കിൽ കുഴി കുഴിച്ചു വീഴും. ഒരു കുഴി എടുത്തിട്ട് കർത്താവ് ഇത് മതിയപ്പാ, കുറച്ച് താത്താഴ്ച വീഴണോ, ഇനിയും താക്കണോ, എത്ര മാനസാന്തരപ്പെട്ടാലും വീണ്ടും പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടെങ്കിലും ശരിക്കും മറ്റേതെങ്കിലും കൊമ്പൻ ചെല്ലിയുടെ പോലെ ഇരിക്കും. ഒന്നിങ്ങനെ ഇവിടെ കൂടെ വാലിക്കൂടെ എല്ലാം കൂടെ വെച്ചുകൊണ്ടിരിക്കും കുത്താനായിട്ട്. ചെന്നിട്ട് ഞാൻ ഈ വണ്ടിന്റെ കാര്യം വണ്ടല്ലേ, മഹാപുഷ്പമേ, അധികത്തിന്റെ പദത്തിന്റെ ശോഭിച്ചിരുന്നു, ഇങ്ങനെയുള്ള
കുമാരനാശന്റെയും നളിനിയുടെയും പാട്ടുകൾ പാടി നടക്കുന്ന ഒരു കാലം. ഇപ്പൊ വണ്ടിനെ കുറിച്ചൊരു പാട്ട് കേട്ടു. ഞാൻ വണ്ട് പോകുന്നുണ്ട്, പതുക്കെ എടുത്ത് വണ്ടൊരു കുത്തു കൈ ഇന്നവരെ വണ്ടിൽ ചില വണ്ട് കുത്തി ചാടിക്കൊരു വണ്ട് കൊള്ളാന്ന് പറഞ്ഞാൽ കുത്തിക്കല്ലേ. ഹല്ലേലൂയ. ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കുത്തും. പിന്നീട് വചനം കുത്തുമ്പോൾ സങ്കടമല്ലേ, വചനം കുത്തുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമല്ലേ. പക്ഷെ വണ്ട് കുത്തൽ ഉരുന്ന് പാടിപ്പോ നല്ല കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങിനകത്ത് ഒരു കൊമ്പൻ ചെല്ലി കയറി ആ തെങ്ങ് പറ്റും, അതിന് ഓല പിന്നെ വരത്തും. ദൈവമക്കളെ അധികം ആക്കേണ്ടതില്ല, ദൈവസന്നിധി വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെ വീഴും? സ്നേഹിച്ചാൽ മതി. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലേ വിട്ടുവീഴ്ച ചെയ്യുള്ളൂ, ശരിയല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും, ശരിയല്ലേ? നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, നല്ല മുറി കൊടുക്കും, നല്ല സ്വീകരണങ്ങൾ കൊടുക്കും. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ചെയ്യും. ഇതൊരു മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. യേശുവിനെ നന്നായിട്ട് സ്നേഹിച്ചാൽ പോലെ അപ്പോൾ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അതങ്ങ് അനുസരിക്കും. നമ്മൾ എന്തെങ്കിലും ഭാരമുള്ള കാര്യം നിന്നോട് പറഞ്ഞു, എതിർത്തിട്ടുണ്ടെങ്കിൽ ശരി പറഞ്ഞു, ശ്രീ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ആരോടെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു കാര്യം കർത്താവ് പറഞ്ഞു ഇല്ല. എങ്ങനെയാണ് കുത്തുന്നത് പറയുന്നത്? എങ്ങനെയാണ് വചനം കൊണ്ട് കുത്തുന്നത് പറയുന്നത്? വചനമാണ് തൊടുന്നത്, മനസ്സിലാവുന്നത്. അകത്ത് ആ പ്രാണി കയറി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്താലും വേദനിക്കും. പ്രാണിയെ കഴുകി കളയണം, വിഷം അടിക്കും. അവിടെ എന്ത് ചെയ്യണം? അയിലടിച്ച് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ ഡെറ്റോളിട്ട് കഴുകി അവിടെ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ഇനി കുറച്ച് ഉപ്പുള്ള അതിൽ ഒഴിക്കും, കുറേയൊക്കെ ചത്തോളും. നല്ല ഉപ്പുള്ള നല്ലതാണ്, ഒഴിച്ചു ഉണ്ടല്ലേ കർത്താവ്. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാവുന്നു. അതും ഇതും തമ്മിൽ എന്ത് ബന്ധത്തായിരിക്കും? എന്തോ ബന്ധമുണ്ട്. ഉടനെ ഇതും അതുമായിട്ടൊന്നും ബന്ധം. അടുത്ത വാക്യം വായിച്ചേ, അജീഷ് വായിക്കും. ഹലോ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ഇവിടെ വലിയ ആൾക്കാരാകാൻ പറ്റാത്തതിന്റെ വിഷമത്തിലിരിക്കുകയാണ് അല്ലേ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മുടെ കയ്യിൽ സൗന്ദര്യമില്ല, നമ്മുടെ കയ്യിൽ ആരോഗ്യമില്ല, നമ്മുടെ കയ്യിൽ അതിഥിയില്ല. ഇവിടെ എങ്ങനെ വീട് വയ്ക്കണം, കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു ജോലി വേണം, മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ നല്ലൊരു ജോലി വേണം. ആരും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമായി. പിന്നെ ആരും പിന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി. നിനക്ക് അടിയിലെ കുറവാണ്. അങ്ങനെയാണ് കർത്താവ് തന്നെ 36,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബാലശിക്ഷ തരുമ്പോ. പക്ഷെ നമുക്ക് താല്പര്യം എന്നെ അടിക്കരുത്, ഞാൻ നന്നായി കൊള്ളാന്ന് പറയും. അടിക്കണ്ട, ഉപദേശിച്ചാൽ മതി. എവിടെ ഉപദേശിച്ചൊക്കെ. ഹല്ലേലൂയ. അടുത്ത വാക്യം കഴിഞ്ഞാൽ മതി. അധ്യായമേ തീർന്നു. ഇപ്പൊ വായിച്ചു, ചേർത്തൊക്കെ വായിച്ചു. തന്റെ ജീവനെ പകയ്ക്കുന്നവൻ നേടുന്നു. എന്താ ഇഹലോകം എന്ന് പറഞ്ഞത്? ഇവിടുത്തെ കാര്യത്തിൽ നമ്മൾ ഇവിടത്തേക്ക് വേണ്ടിയിട്ടാണ് മത്സരം, ശരിയല്ലേ? ഇവിടത്തേക്ക് വേണ്ടിയിട്ടല്ലേ മത്സരം? ആണോ ഇല്ലയോ? ഈ എതിർപ്പും വഴക്കും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ നേതാവാകണം, ഇവിടെ രാജാവാകണം, ഇവിടെ ഇരിപ്പിടം കിട്ടണം, ഇവിടെ വലിയൊരു ജോലി കിട്ടണം, ഇവിടെ വലിയ സമ്പത്തുണ്ടാകണം, ബാങ്ക് ബാലൻസ് ഉണ്ടാകണം, ഇവിടെ അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതെല്ലാം നമ്മൾ വേണമെന്ന് വെച്ചാലും ഒരു നാൾ നീ ഇത് വെച്ചെല്ലാം പോകുന്നല്ലോ. ഈ പാട്ട് വരുമ്പോൾ നമ്മളവിടെ നിൽക്കുന്ന ഭാവം കണ്ടിട്ടുണ്ടോ? നാളെ നിന്നെ കുറിച്ച് എന്നിട്ട് നമ്മൾ പഠിക്കോ? ഇപ്പൊ ഈ വചനം കേട്ട് എന്തെങ്കിലും പഠിച്ചോ? ഇല്ല ഭാഷ ഇല്ല. വേറൊരു പാട്ട്, കട്ടിൽ കിടക്കയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയും ചന്തയിൽ മീൻ വാങ്ങാൻ പോകുമ്പോഴോ വരുന്നതെന്താതിതെന്തു കഷ്ടമേ, എപ്പോഴാണെന്റെ സോദരാ വരുന്നതോ. വിശിഷ്ട വ്യക്തികളായ ശ്രീമതി ലതാവറുകളും സുശീലാവറുകളും കർത്താവിനെ കാണാനായി എത്തി. ഹല്ലേലൂയ. ചാത്തില്ലേ കിട്ടില്ലല്ലോ. ആരിപ്പോ വരുമെന്ന് പറഞ്ഞില്ല. വരുന്നതിന് മുമ്പ് ഒരു വീട്ടുണ്ടായിരുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കും. കുറെ എണ്ണത്തിന് എന്ത് ഈ പരിപാടി ഇവർ രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ അന്ത്രൂസിന് ഇങ്ങനെ അടി കൊടുക്കും, ഫിലിപ്പോസിന് ഇങ്ങനെ അടി കൊടുക്കും. നിർത്തോ കർത്താവെ ഒന്നും തീർന്നിട്ടില്ല. നീ എന്നെ അനുഗമിക്കുന്നുള്ളതാണ്. കർത്താവിനെ അനുഗമിക്കേണ്ടുന്ന സമയത്ത് സുവിശേഷം പറയും, സുവിശേഷം പറയേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് സുവിശേഷം പറയും. ഹലോ ശ്രദ്ധിക്കണം, യവനന്മാരിൽ ലൈനിലേ ഇല്ല. ഇവർ യവനന്മാരുടെ പുറത്ത് കിടന്നപ്പോൾ കർത്താവ് ഇല്ലാണ്. എന്നെ അനുഗമിക്കാനാണോ ഉദ്ദേശം? നിങ്ങൾ എന്റെ പുറകെ വരാനാണോ ഉദ്ദേശം? ഈ വാക്യം വായിച്ചേ, നീ എന്നെ അനുഗമിക്ക്. ആമേൻ. ഹല്ലേലൂയ. അത് എന്നെ മാത്രമേ ആക്കണ്ട.
നിങ്ങൾ എന്നെ അനുഗമിക്കേണ്ട, ക്രിസ്തുവിനെ അനുഗമിക്കുക. അതിവിടെ സഭയ്ക്കകത്ത് കാണും. യേശുവിന്റെ പുറകെ പോകുന്നതിനെ കുറിച്ച് കർത്താവിനൊരു ബോധ്യമുണ്ട്. അവനെ ദൈവം കാണും. മനസ്സിലാകുന്നുണ്ടോ? ഇവരൊന്ന് അല്പം തെറ്റിയപ്പോ വിട്ടോ. ആ യവനന്മാരെ കുറിച്ച് കർത്താവിന് ഇഷ്ടമില്ലേ? ഉണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പേ വന്നവനോടൊരു പ്രതിപത്തിയുണ്ട് കർത്താവിന്. അവർ സകലതും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. മറ്റവന്മാർ വിട്ടില്ല, താല്പര്യമുണ്ട്, നീ അവിടെ ഇരിക്കണേ. പക്ഷെ സകലതും വിട്ട് വന്നവനോട് ഒരു വിലയിട്ട് കർത്താവിന്. അതുകൊണ്ടാ പിടിച്ചിട്ട് ആ പാൻറ് അല്പം കൂടെ പൊക്ക് കൊടുത്തു രണ്ടോ. ശരിയല്ലേ? നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അങ്ങനെയൊക്കെ ചെയ്യും. എബ്രായ പുസ്തകത്തിൽ പറഞ്ഞു, ബാലശിക്ഷ ഏൽക്കാത്തവൻ കൗലടയും അത്രയെന്നാണ്. ജാരസന്തതിയാണ്. കളക്കാണ് ഈ ഉപദേശം കയറും. കളയാവരുതേ മക്കളെ. ഉപദേശം കേൾക്കുമ്പോ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോ കള പൊങ്ങും. കതിര് പൊങ്ങിയാലോ കതിൽ പാൽ നിറയും, മായമില്ലാത്ത പാൽ നിറയും, നല്ല മണിയായി പുറത്തു വരും. ഹല്ലേലൂയ. അത് കളപ്പുരയിൽ ശേഖരിക്കപ്പെടും. അതിന്റെ സമയത്ത് അത് മുറിച്ച് അപ്പമായി മാറും. ആമേൻ. അതുകൊണ്ട് ജാഗ്രതയോടെ പറയും, എന്നെ 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 എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കും. അപ്പൊ കർത്താവിന് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ഒന്ന് നീ നിലത്ത് വീഴണം, രണ്ട് ചാകണം, എന്നിട്ടും കർത്താവ് ഒരു ടെസ്റ്റ് നടത്തും. ചത്തുവെങ്കിലോ? നമ്മളിപ്പോഴും കൊണ്ട് 2016 അടുത്ത എന്റെ കാര്യം പറഞ്ഞു, പിന്നെ പരാതിയില്ല. ഓ ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഇങ്ങനെ പറയുന്ന വേറെ ഏതെങ്കിലും ഒരു അധികാരമുണ്ടോ? നീ അവരിവിടെ കറങ്ങി നടക്കണെന്നില്ല. താല്പര്യമുള്ളവനൊക്കെ പറഞ്ഞു വിടും, വേണമെന്നുള്ള ഇങ്ങോട്ട് കയറി വരും. നീ എന്റെ അടുക്കലിരിക്കുക. ഫിലിപ്പോസേ, എന്തുകൊണ്ട് ഇത്ര അടി കൊടുത്തെന്ന് ഇപ്പൊ മനസ്സിലായി? അടുത്തിരിക്കുകയാണ്. അതാ ഇപ്പൊ 2 ഇരിപ്പ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു സുവിശേഷം അതിലുണ്ട് സുവിശേഷം. എന്നാൽ ഈ പോക്കിൽ താല്പര്യമുള്ളതെന്ന് പറഞ്ഞാൽ അബ്ദുൽക്കാൻ കിട്ടായി സഭായോഗം മുടക്കുക. ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് 10 മണിക്കല്ലേ യോഗം, 10 മണിക്ക് ഞാൻ കവലയിൽ നിന്ന് ഒരാൾ സുവിശേഷം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നീ കൊള്ളാവുന്നവനല്ല. എന്നിട്ട് അവർ വന്നു, ഇല്ല നിനക്കറിയാം വരില്ല, നീ വരാത്തത് ഞാനും വരില്ലെന്ന് എനിക്കറിയാം. വരാതിരിക്കാൻ വേണ്ടിയിട്ടും പാസ്റ്ററെ പറ്റിക്കാൻ വേണ്ടിയിട്ടും ഞാൻ വെച്ച അടവല്ലേ. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് വേണ്ട. നിങ്ങൾ ഇതിനെക്കൊണ്ട് വീട്ടിൽ പോയി പഠിക്കണം കേട്ടോ. കശാപിശ കൊടുത്തിട്ട് തീരുന്നില്ല. അവരെ ഉപദേശിച്ചിട്ട് കർത്താവിന് തീരുന്നില്ല. എത്ര ഉപദേശം കൊടുത്തു. ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശിഷ്യന്മാരിക്കുന്ന, എന്റെ ശുശ്രൂഷക്കാരിരിക്കുന്ന പറഞ്ഞു. ആമേൻ. രക്ഷിക്കപ്പെട്ടോ ഇരിക്കുന്നല്ല പറഞ്ഞേ, സ്നാനപ്പെട്ടോ ഇരിക്കുന്നല്ല പറഞ്ഞേ. നിലത്ത് വീണ് ചത്തു പോകുന്നവൻ, നിലം പറ്റേ വണങ്ങിയിട്ടും ചാകാതിരിക്കുന്നവരെ ചുമ്മാ അങ്ങ് ചത്തുകൊടുക്കും. ചുമ്മാ അതങ്ങ് ചത്തു കൊടുത്തേക്ക്. അപ്പൊ കർത്താവ് വന്ന് എന്നെ ജീവിപ്പിച്ചോളൂ. നിങ്ങൾക്കത് മനസ്സിലായി? നമ്മളെ ജീവിപ്പിക്കേണ്ട ആവശ്യമില്ല. ജീവൻ എല്ലാ മേഖലകളിലും വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കർത്താവിന് പ്രത്യേകിച്ച് ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നില്ല. എവിടെ തട്ടിയാലും നമ്മൾ എവിടെ കുത്തിയാലും അയ്യോ വിളിച്ചോ, നീ ചത്തില്ലേ ഇതുവരെ? ഇല്ല. ആ പരിപാടി കേൾക്കട്ടെ. എന്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് 79 വയസ്സിലെ ജാതകത്തോളം. അടുത്ത ഇവരടി കൊണ്ട് പുളിയും കുടിച്ച് വേദനയോടെ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, വേദനിക്കേണ്ട മക്കളെ, നീ എനിക്ക് ശുശ്രൂഷ ചെയ്തെങ്കിൽ പിതാവ് എന്നെ മാനിക്കുന്നു. എന്തിനാ നിനക്ക് ഇത്ര അടി തന്നു? മനസ്സിലായോ എന്തിനാ ഇത്ര അടി തന്നു? മനസ്സിലാവോ? പിതാവിനെ അധികം മാനിക്കേണ്ടതുണ്ട്. പിതാവ് സ്നേഹിക്കുന്നു, പിതാവിനെ സ്നേഹിക്കുന്നു. ആരും മനസ്സിലാക്കി സഹോദരങ്ങളെ? നമ്മൾ ഈ മായയാകുന്ന പാട്ടെന്ന് നമ്മളെ തരും സുഖമെല്ലാം ഇതൊക്കെ വെളിപ്പാടിട്ട് പാടി, പിന്നെ പാട്ട് ആൾക്കാർ പാടുന്നതല്ലാതെ ഈ മായ എന്ന് കയറുന്നില്ല. നിങ്ങള് സഭാപ്രസംഗം വായിച്ചു ഞെട്ടിപ്പോകും. ബൈബിളിലൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല, അതാവത് വേണ്ടെന്നാ തോന്നുന്നു. പുള്ളി എന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം ആസ്വദിച്ചിട്ടാണ് പുള്ളി എന്ന് പറയുന്നത്. എല്ലാം മായ. എത്ര പെണ്ണുങ്ങളെ അത് കൃത്യമായിട്ട് വരാം. എത്ര ഭാര്യമാര് ചെലവ് രാമനറിയാം. 10,000. അയാൾ പറയുകയാണ് വിവാഹം കഴിക്കുന്നത് മായ. എല്ലാം മായ. സ്ത്രീ മായ, പുരുഷമായ എല്ലാം പറയും. ഇവിടെ പറയുന്നുണ്ട് മായയായ അവസ്ഥകളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഈ ഇഹലോക ചിന്തകൾ മായെങ്കിലും ധനത്തിന്റെ വഞ്ചന മായയാണ്, സംസാരഭോഗങ്ങൾ മായയാണ്. ഇതൊക്കെ മനസ്സിലായി ദൈവമക്കളെ. ഇതിൽ നിന്ന് ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു 21 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കും സഭയായി. 40 ഇന്ന് പറഞ്ഞിരിക്കട്ടെ, കർത്താവിനെ സ്നേഹിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല, മറ്റൊരു കുറുക്ക് വഴിയുമില്ല. 100 പ്രാവശ്യം ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്.
ഈ വചനം അനുസരിക്കുന്നില്ല എങ്കിൽ ഇത് വെറും അക്ഷരങ്ങളായി തന്നെ തുടരും. എന്നാൽ ഒരു വാക്ക് കേട്ട് ഞാൻ അനുസരിക്കുന്നുവെങ്കിലോ ഞാൻ ആ മേഖലയിൽ ചത്തു. അതിന്റെ മേൽ ദൈവശക്തി പമ്പ് ചെയ്യപ്പെടും. ഹല്ലേലൂയ. അതിന്റെ മേൽ ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് കഴിയാത്തതായിട്ടൊരു പാപ സ്വഭാവം ഉണ്ടോ? എന്നുവെച്ചാൽ മാനസാന്തരപ്പെടാൻ പറ്റാത്തതായി ഏതെങ്കിലും ഒരു പാപം ഉണ്ടോ? ഉള്ളവരെന്ന് കരവർത്തിയാണ്. ഇല്ല എന്ന് ഉറപ്പുള്ളവരെന്ന് കരവർത്തിയാണ്. ഞാൻ ഉയർത്തും. സൗകര്യം ആരും തിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണം, എങ്കിൽ പ്രതികരിക്കണം. ആമേൻ. അപ്പോൾ മനം തിരിയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞത് ഇപ്പോ പിന്നെ സ്ക്രീൻഷോട്ട് ഗബ്രിയേൽ ദൂതൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. സക്കര എല്ലാവരും സുശീല വന്നതല്ലേ ഉള്ളൂ മളഹേ. ഇതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറ്റുമോ ഇല്ലയോ? പറ്റുമെന്നല്ലേ വചനം? വായിച്ച മോനെ കഴിഞ്ഞോ? അപ്പൊ നിങ്ങൾ എന്നെ പറ്റിക്കാണല്ലേ? അടുത്ത ഉപദേശം കേട്ട് ഉപദേശം കൊടുത്ത് കർത്താവിന്റെ ഉള്ളത്തല്ലേ. മക്കളെ ആ പാട്ടെന്തായിരുന്നു? ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അപ്പൊ പറയാ ഉള്ളം കലങ്ങി അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല. തേജസ്കരണം വെളിപ്പെടുന്നതിന് മുന്നേ പാപസംബന്ധമായ വിഷയങ്ങളിൽ ഇത് പുറത്തു വരേണ്ടതിന് അവരെന്ത് ഭാഗ്യവാന്മാരെന്ന്. അന്ത്രയോസും ഫിലിപ്പോസും ഇങ്ങനെ ചില ഭാഗങ്ങളിൽ മാത്രം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. ഇങ്ങനെയുള്ള ചില നുറുക്കുകൾ ഇടയിലും കിടക്കും. മറ്റാരും തൊടാത്ത ചില നുറുക്കുകൾ. ആമേൻ. അപ്പൊ എന്നെ പറയണ്ട. അപ്പൊ ചാകണോ വേണ്ടായോ? ഈ ഉപദേശം കിട്ടിയ അവർ ചത്തുവെങ്കിലോ? അവിടെ യേശു പറഞ്ഞ അത്രയൊന്ന് ഓർഡറായിട്ടൊന്ന് പറഞ്ഞു നോക്ക്. നീ എന്ത് ചെയ്യണം? നിലത്ത് വീഴണം. ഏറ്റാനായിട്ട് വന്നിരുന്നാലും കൂലി വന്നാലും. ഹല്ലേലൂയ. ഓർത്തു നോക്കണം. നീ ചാകുന്നുവെങ്കിലോ ഫലം കാര്യം. ഇനി അതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞാൽ അതിനൊരു പഞ്ചുള്ളൂ. ഒരു ദാക്ഷിണ്യമില്ല. ചത്തോ? കർത്താവേ മരിച്ചോ നിങ്ങൾ ചോദിച്ചൂടെ? ദിവംഗതനായോ എന്ന് ചോദിച്ചൂടെ? നീ കാലം ചെയ്തോ എന്ന് ചോദിച്ചൂടെ? എന്റെ ചോദ്യം നമ്മളിവിടെ ചാകാൻ വേണ്ടി നടക്കണമെന്ന് പറഞ്ഞത്. നീ ചത്തോ? കാരണം ഇത് പാപവും ചുമന്നുകൊണ്ട് നടക്കണമെന്ന് ചത്താലേ നേരെയാവും. അല്ലാതെ ഇത് കഴുകിക്കളഞ്ഞാലൊന്നും പോവുകയല്ല, എടുത്ത് കുടഞ്ഞാലൊന്നും പോവുകയല്ല. പാട്ട താഴെ വീണാലും പതുക്കെ വീണ്ടെടുത്ത് തിന്നു കളയും. എൻ്റെ വള്ളി ഇവിടെ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. അവിടെ പോകുമ്പോൾ അതും കിടക്കിടക്കിടാതെ കൂടെ അങ്ങ് വരും. ഇത് കർത്താവിനറിയാം. അതുകൊണ്ട് ഈ സ്നേഹത്തോടെ ഉള്ള ഒരു കൊഞ്ചലും കുറുവലിയൊന്നും ഇല്ല കർത്താവ്. ചത്തോ? അപ്പൊ ഒന്ന് നീ എന്ത് ചെയ്യണം? നിലത്ത് വീഴണം. 2 ചാകണം. എന്നിട്ട് അടുത്ത പറയുന്നത് അപ്പൊ നമ്മൾ ചത്തതുപോലെ കിടക്കുക. ഈ കള്ള പന്നികൾ കിടക്കും പോലെ എല്ലാം തിന്ന് ഭക്ഷണം കഴിച്ച് ചത്തോലെ കിടക്കും. അപ്പൊ ചിലപ്പോൾ തട്ടി നോക്കും, ഒരു അനക്കമില്ലല്ലോ, അഗാധത്തിൽ ഉറങ്ങി കിടക്കുകയാണ്. ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ കർത്താവിനോട് കൂടെ ഇപ്പൊ ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശല്യപ്പെടുത്തരുത്. അവനെ നോക്കിയിട്ടാണ് പറഞ്ഞത്, നീ ചത്തോ? ഹല്ലേലൂയ. നീ ചത്തുവെങ്കിലോ നീ വളരെ വിളവാക്കി. അടുത്തെന്താ പറഞ്ഞ? പിടിച്ച പിന്നെ ഫിലിപ്പോസും അന്ത്രയോസും കൂടെ 2-3 യവനന്മാരെയും കൊണ്ട് പോയ പോക്ക. കർത്താവേ ഞാൻ 2 കൂടി നേടിയിരിക്കുന്നു. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. നീ ഇവിടെ നീ ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു? ഇല്ല അമ്മ അവരെ കാര്യം മിണ്ടുന്നേ ഇല്ല. നീ ചത്തോ? നീ നിലത്ത് വീണോ? ഇത് കേട്ടിട്ട് അങ്ങോട്ട് ഒരു വട്ടക്കെട്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയില്ലയോ കർത്താവ്? നിലത്ത് വീഴണം. അടുത്തെന്ത് ചെയ്യണം? ചാകണം. അടുത്ത ഈ ചോദ്യം കൊണ്ട് കിട്ടും. ചത്തതുപോലെ വീഴുന്നതിനോട് ചോദിക്കും, ചത്തോ? അതാണ് സ്വാഭാവികം. കൂടി ഇങ്ങനെ ചത്തതുപോലെ വന്നങ്ങനെ ഇരിക്കുന്നത്. ചത്തോ? അഡ്ജസ്റ്റ്മെന്റ് വരെയായിട്ടുള്ള ഇതിനൊരു വചനം പിടിക്കുമല്ലോ. 9 മണി നേരത്ത് വന്നാലും 11 മണി നേരത്ത് വന്നാലും 6 മണി നേരത്ത് വന്നാലും കൂലി ഒന്നെന്ന് എഴുതിയിട്ടുണ്ടെന്ന്. അവനോട് കർത്താവിന് ചോദിക്കണം, ചത്തോ? ഇനി ചത്തുവെങ്കിലോ നീ ഫലം കായ്ക്കും. അടുത്തെന്താ പറഞ്ഞേ? നീ നിന്റെ ജീവനെ സ്നേഹിച്ചാണ് ഈ ഓട്ടമെങ്കിൽ ഇതെല്ലാം ആശുപത്രിയിലും അവിടെ എവിടെ കൊടുത്തിരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകും. അത് വെറുതെ പറയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 4-5 വർഷങ്ങൾക്ക് മുമ്പ്, 4 വർഷമാണെന്ന് തോന്നുന്നു, 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ IT പഠിക്കുന്ന സമയം അല്ലേ? 4 വർഷം വരും, 5 വർഷം 5 വർഷം. ഈ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടിരിക്കുന്നതല്ല കാണിച്ചത്.
പാസ്റ്ററെ ഞാൻ ഞെട്ടിപ്പോയി. കെമിസ്ട്രിക്ക് A+, അതിന് A+, 4 A+, അതും എനിക്ക്. ഞാൻ പറയാം, അല്ല ഞാൻ പറഞ്ഞൊന്നതല്ല. എനിക്ക് ആദ്യ സ്നേഹമുള്ള സമയത്ത്, ദൈവസ്നേഹമുള്ള സമയത്ത് 5 മണിക്കാണ് അവർ ക്ലാസ് കൊടുക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം അവിടുന്ന് നടന്നും ഓടിയും ഒക്കെ ഇവിടെ എത്തും. 6 മണിക്ക് പ്രയറിന് പായിടാൻ 2 ചെവിയും. അന്ന് വരെ സൈക്കോ എന്നാണ് അവർ വിളിക്കുന്നത്. ആ സൈക്കോ ആയിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, മാനസാന്തരം ഉണ്ടായിരുന്നു, ദൈവസ്നേഹം ഉണ്ടായിരുന്നു. അതൊക്കെ ഇച്ചിരി മാറിക്കഴിഞ്ഞപ്പോൾ വെള്ളി ഏത് തിങ്കളേത് ചൊവ്വയേതെന്ന് ബോധമില്ലാതെ നടക്കും. എന്നാ പറഞ്ഞേ, നീ എൻ്റെ അടുക്കൽ ഇരുന്നിട്ട് ഇരിക്കേണ്ട സ്ഥാനത്ത് നീ യവനന്മാരെ പുറകെ പോയതിൻ്റെ കാര്യം അല്ല. അവർ വരും 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 താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പാസ്റ്റർ. പണ്ട് ഞാൻ എൻ്റെ പാസ്റ്റർ ഇതുപോലെ കുറേ പേരുടെ കഥ പറഞ്ഞു ആട്ടിക്കളഞ്ഞു. എനിക്കതിനർത്ഥം ഇന്നും ഞാൻ പറഞ്ഞ ടീമുകൾ പുറത്തേ നടന്നു. ഞാൻ കൃപയാലകത്തു. ഫിലിപ്പോസ് ആയിരുന്നു, അന്ത്രേസ് ആയിരുന്നു, യോഹന്നാനായിരുന്നു. ഞാൻ എന്നെ തന്നെ പോലത്തത് ശരിയല്ല. ഞാൻ പറയും ശിഷ്യനായതുകൊണ്ട് അകത്തു. ശിഷ്യന്മാരെ ആണെങ്കിൽ നീ അടുത്തിരിക്കണം. അടുത്തെന്താ പറഞ്ഞ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കണം. ഞാൻ ഇരിക്കുന്നിടത്ത് നീ എന്ത് ചെയ്യണം? കരമത്തിൽ മഹത്വം കൊടുക്കും. ഇപ്പൊ പത്രോസിനൊരു സംശയം, അങ്ങനെ വന്നിരുന്നാൽ എന്ത് കിട്ടും? ഞങ്ങളെന്റെ അവിടെ ഒരു കള്ളത്തരം കണ്ടോ? വള്ളവും വലയെല്ലാം ഉപേക്ഷിച്ചല്ലേ വന്നത്. ഗലീല കടത്തീരത്തോടെ ഇവരിങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയത്തൊക്കെ ഒരു സ്ഥലത്തെത്തുമ്പോ അതൊക്കെ പത്രോസ് ഇങ്ങനെ കൂടെ നോക്കി പാത്ത് വെച്ചതാണ്. എടുത്തോണ്ട് പോയി എന്ത് ചെയ്തത്? 7 എണ്ണത്തിനെയും വിളിച്ചോണ്ട് പോകും. 2 എണ്ണം വേറെ വഴിക്ക് ഓടി. ഒന്ന് അവിടെ തന്നെ കുടുങ്ങിപ്പോയി. ഇവർ പോയത് കണ്ടില്ല. ആ മാർക്കോസ് മാളിക മുറിയിലായി. അല്ല 7, 9, 10, 2 എണ്ണം. 7 പേര് പത്രോസിൻ്റെ കൂടെ പോയി, 2 പേര് എമ്മൗസിലേക്ക് പോയി. അപ്പൊ എത്രയായി? 9. ഒരുത്തൻ പെരുവഴിയിലായി, ഒരാൾ പോയി. പിന്നെ 2 പേര് അവര് ഈ മുറിയിൽ പെട്ടു. പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇവരായിരിക്കും ഫിലിപ്പോസ് അന്ത്രേസും ആണെന്ന് തോന്നുന്നു. പിന്നെ ആര് കണക്കുള്ളൂ? ഹല്ലേലൂയ. അപ്പൊ അടുത്തത് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ എവിടെ ഇരിക്കണം? എന്റെ അടുക്കൽ ഇരിക്കണം. അടുത്ത് എന്റെ ഉണ്ടോ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും.